ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു ഒരു യുണീക്ക് വിഷയമാണ്. ഹൗ ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ, ഓക്കെ, ഓർ പ്രൊവിഷണൽ സെക്കൻഡ് ഫിഡിൽ. അപ്പൊ സെക്കൻഡ് ഫിഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മള് ഒരാള് ഒരു ട്രെയില് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഒരു നാച്ചുറൽ നമ്മൾ ട്രൈബൽ ലിവിങ് കാലഘട്ടത്തിൽ നോക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ another person will try to take an alternate trail rather than following him. അപ്പോ ലൈഫിൽ ഏതെങ്കിലും ഒരു നാരോ മേഖലയിലോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് മേഖലയിലോ ഒരു പരിധി വരെ മറ്റേ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് മറ്റു വിഷയങ്ങളിൽ വേറെ ആളുടെ മുന്നിൽ സെക്കൻഡ് ഫിഡില് പ്ലേ ചെയ്യാനുള്ള ഒരു വിമുഖത, ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ഒരു വ്യക്തിയുടെ സവിശേഷതയല്ല, അത് മനുഷ്യകുലത്തിന്റെ സവിശേഷതയാണ്. അത് നമ്മുടെ ചിലപ്പോ എവല്യൂഷണറി നേച്ചറിൽ നിന്ന് വന്നതായിരിക്കാം. അപ്പോ ഇന്നത്തെ ദ ആർട്ട് ഓഫ് പ്ലേയിങ് പ്രൊവിഷണൽ സെക്കൻഡ് ഫിഡിൽ. അപ്പൊ സെക്കൻഡ് ഫിഡിൽ ഇങ്ങനെ നമുക്ക് ലോങ് ടേമില് കളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് സംടൈംസ് ഒക്കെ തിങ്സ് ഹാസ് ടു കം ഔട്ട്. അതുകൊണ്ടാണ് പ്രൊവിഷണൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനൊരു സെഷൻ ഇവിടെ വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ സെക്കൻഡ് ഫിഡിൽ കളിക്കാനുള്ള മടിയാണ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമിക് പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സം. അപ്പോൾ ലെറ്റ്സ് ലുക്ക് ഇൻ ടു തിങ്സ് ഇൻ ജനറൽ ആൻഡ് ദെൻ വി വിൽ ഡൈവ് ഇൻ ടു ഈച്ച് ഓഫ് ദം. അപ്പോൾ ദർ ഇസ് ആൻ എവല്യൂഷണറി ഇമ്പരറ്റീവ്, ഒരു എവല്യൂഷണറി ഗതികേടുണ്ട്. അതായത് വെൻ മെൻ വെർ ലിവിങ്, അത് 200 കൊല്ലത്തിന് മുമ്പ് ഒരു ട്രൈബും കമ്മ്യൂണായിട്ട് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പെക്കിംഗ് ഓർഡർ ഉണ്ട് സൊസൈറ്റിയിൽ. അതിൻ്റെ റൂളേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്ട്രക്ചറിൽ ഓരോ സ്പെക്ട്രത്തിലും സെക്കൻഡ് ഫിഡിൽ കളിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ല. കാരണം നിങ്ങളുടെ മീറ്റിംഗ് പൊട്ടൻഷ്യൽ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഓപ്ഷനേ ഇല്ല. അപ്പം നിങ്ങളിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഈവൻ ലേറ്റ് 90s, ഏർലി 90s വരെ പല സിനിമകളിലും നാട്ടിൽ അമ്മാവൻ്റെ ഒരു മെറ്റേണൽ അങ്കിൾ, അതായത് ഒരു നായർ പശ്ചാത്തലത്തിൽ ഒരു മെറ്റേണൽ അങ്കിള് മറ്റേ മിസ്ട്രീറ്റ് ചെയ്യുമ്പോൾ നായകൻ ബോംബെ പോയി അവിടെ പോയി പല കാര്യങ്ങളും നേടി തിരിച്ചു വരുന്ന ഒരു കഥ ഒരു റെക്കറിങ് തീമായിരുന്നു. എന്നുവെച്ചാൽ ഓക്കെ, മേ ബി ഇൻ ദോസ് ടൈംസ് നമുക്ക് വെച്ചാൽ അറ്റ്ലീസ്റ്റ് മുംബൈ അല്ലെങ്കിൽ ധാരാവിയിൽ പോവുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വിദേശത്തൊക്കെ പോയി തുടങ്ങിയത്. അങ്ങനെ നാട്ടില് നേട്ടമില്ലാണ്ടാകുമ്പോൾ നാട് വിട്ടോടി വേറെ സ്ഥലത്ത് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കി തിരിച്ച് വരിക, പല കഥകൾ വരെയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്ത് മടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പലപ്പോഴും കാണുന്നത്. അപ്പൊ ഒരു എവല്യൂഷണറി ഇമ്പരറ്റീവ് ഉണ്ട്, നോബഡി വാണ്ട്സ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ. അപ്പൊ ഒരു മൂവി ഉണ്ട്, ദ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയും. ആ മൂവിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോണ്ട് പ്രോബ്ലം എന്നൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ ജോൺ നാഷിനെ, അതായത് റസൽ ക്രോവാണ് അത് ആക്ട് ചെയ്തത്. ജോൺ നാഷിനെ കുറച്ചൊരു പീരിയഡ് ജോൺ ഗോ ആൻഡ് കോട്ട് ദറ്റ് ലേഡി. അപ്പൊ ആ ഏതോ ശനിയാഴ്ചകളിൽ മാത്രമേ അവിടെ സ്ത്രീകൾ വരാറുള്ളൂ. അപ്പൊ ഒരു നല്ലൊരു ബ്ലോണ്ട് നടുക്ക് നിൽക്കുന്നു. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോ ഇയാളുടെ പോയി പ്രപ്പോസ് ചെയ്യോ, അപ്പൊ പിടിച്ചൊരു പെടവെടുക്കും ആ പെണ്ണ്. അപ്പൊ അത് കണ്ട് തിരിച്ച് പുള്ളി ഇങ്ങനെ വന്ന് ദൂരെ നോക്കി കഴിയുമ്പോ ഈ അന്ന് ആഡം സ്മിത്ത് ഒക്കെ പറഞ്ഞത് ഈച്ച് വൺ അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിൽ എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു സ്ത്രീകളെ പാക്കിലേ പോകുള്ളൂ. അപ്പൊ ഒരു പാക്ക് ഓഫ് മെൻ അവരെ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ആൽഫ മെയിൽ ഫ്രം ദ പാക്ക് മെൻ വിൽ ആക്ച്വലി എല്ലാവരും ആ ബ്ലോണ്ടിനെ കോർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവിടെ ക്ലാഷ് വരും. കാരണം നോബഡി വാണ്ട്സ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ റാദർ ദാൻ ആക്ച്വലി ട്രൈങ്, അപ്പൊ ഇവിടുത്തെ ലീഡർ അവിടുത്തെ ബ്ലോണ്ടിനെയും ബാക്കിയുള്ളവര് ഈ സാറ്റലൈറ്റ് ഫീമെയിൽസിനെയും കോർട്ട് ചെയ്യണം എന്ന ആശയത്തിൽ നിന്നാണ് നാഷ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഗെയിം തിയറിയിൽ ഒരു ബ്രേക്ക് ത്രൂ വന്നത്. അതായത് അറ്റ് സം പോയിന്റ് ഇൻ ടൈം ആസ് ദ ഗെയിം ഇവോൾവ്, ഈച്ച് പ്ലേയേഴ്സ് വിൽ ആക്ച്വലി കീപ്പ് ഓൺ പ്ലേയിങ് ദെയർ സ്ട്രാറ്റജി. അതിനെയാണ് സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ് ആ മൂവിയുടെ ആ സീൻ കാണിക്കുന്നതും നാഷ് ഇക്വിലിബ്രിയം കാണിക്കുന്നതും. അപ്പോൾ പ്ലേയിങ് സെക്കൻഡ് ഫീൽഡിൽ ഈസ് എ എവല്യൂഷണറി നോനോ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രശ്നമുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഫീൽഡിൽ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ ഇഫ് സംബഡി ഹാസ് ഗോട്ട്
ബെറ്റർ നോളജ്, നോ ഹൗ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ഇൻകുംബന്റ് സ്മാർട്ട് പേഴ്സൺ നിങ്ങളാന്ന് വിചാരിക്കുക. പെട്ടെന്ന് മറ്റേ എന്താ പറയുക, നിങ്ങളെക്കാൾ എന്താ പറയുക സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ ആ കമ്പനിയിലേക്ക് വരുമോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ then there is actually some kind of a status game will actually get triggered. അപ്പോൾ അത് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകുംബന്റിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ. പക്ഷേ ആ ഇൻകുംബന്റ് ലീഡറിന് ആ ഗ്രൂപ്പ് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ടേക്ക് അതർ സ്മാർട്ട് പീപ്പിൾ. അപ്പൊ ദെൻ അവിടെ ഒരു പ്രൊവിഷണൽ പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതായത് കറണ്ട് ഇൻകുംബന്റ് സ്മാർട്ട് പേഴ്സൺ ഈ വരുന്ന ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ നാളത്തേക്ക് എന്താ പറയുക, ഹി ഷുഡ് ആക്ച്വലി കീപ് ഹിസ് പ്രൊഫൈൽ ലോ ആൻഡ് ട്രൈ ടു അക്കോമഡേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഇൻകുംബന്റിന്റെ റിബൽസ് അയാളുടെ കൂടെ കൂടിയ പുതിയ ഗെയിംസ് വരും. ഇത് മിക്ക ചെറിയ സോഫ്റ്റ്വെയർ കമ്പനിയിലും whenever a new top shot comes or ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ആൾ വരുമ്പോൾ, ഇപ്പൊ ഇവൻ ഞാൻ പോകുമ്പോൾ പോലും അപ്പുറത്ത് സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റാറ്റസ് ആങ്സൈറ്റി ഗെയിമും കൂടി ഉണ്ട് സെക്കൻഡ് ഫിഡിൽ. എന്ന് വെച്ചാൽ ഈവൻ ദോ ഈ പിന്നെ ഈ വരുന്ന ആളുടെ മാൻഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കമ്പനി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് ടു ട്വീക്ക് ദ എൻവയോൺമെന്റ്. അപ്പോൾ ഇൻകുംബന്റ് ആൾക്കാർക്ക് കുറെ റിസ്ക് ഉണ്ട്. അപ്പൊ അതാണ് അതിൻ്റെ ഉള്ള സാധനം. അപ്പൊ ഇത് കുറച്ചും കൂടി എവല്യൂഷനിലേക്ക് ഒന്നുകൂടി ട്രേസ് ചെയ്യുകയാണെങ്കിൽ men are hunters and women are gatherers. അപ്പോൾ ഒരു വിമൻ ടെൻ ടു കോപ്പ് അപ്പ് വിത്ത്, അവർക്ക് സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാനൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. മെന്നിന് അത് സാധിക്കില്ല ബിക്കോസ് ഓഫ് എവല്യൂഷണറി ഹണ്ടിങ് ഉള്ളതുകൊണ്ട്. അതായത് നിങ്ങൾക്ക് ഈ എന്താ പറയാ പൈ ഒരു സ്ലൈസിന്റെ കേക്ക് നിങ്ങൾക്ക് ചെറുതായി കിട്ടുള്ളൂ നിങ്ങൾ ആൽഫ മെയിൽ അല്ലെങ്കിൽ. അപ്പൊ അവിടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് ടു പ്ലേ എന്താ പറയാ ആൽഫ മെയിൽ ആവാൻ വേണ്ടി സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്തിരിക്കാൻ. അപ്പോ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹ്യൂമൻസിന് കുറച്ചുകൂടി ചോയ്സ് ഉണ്ട് എവർ സിൻസ് ദി ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം. അപ്പൊ എല്ലാ സ്ഥലത്തും ജയിക്കണം. ചില ആൾക്കാർക്ക് വാശിയുണ്ട്, ഓ ഐ എം സ്മാർട്ട് ആൻഡ് ഐ ക്യാൻ ഡു എനിത്തിങ് എവരിവെയർ. പക്ഷെ അത് ഒരു എന്താ പറയാ, പിക്ക് ബാറ്റിൽസ് when it matters and always try to pick the battle. കാരണം never try to fight battles which you cannot win unless it is warranted. അപ്പൊ ഫ്ലൈറ്റ് വേഴ്സസ് ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ആണ് ഡിഫോൾട്ട് സ്ട്രാറ്റജി ആയിരിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുക എന്നുള്ളതല്ല, ഫ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ആരായ, ആൻഡ് ഇഫ് ഫ്ലൈറ്റ് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫൈറ്റ്. ഓക്കെ, അപ്പൊ റൺ ഇഫ് യു ക്യാൻ, ഫൈറ്റ് ഇഫ് യു കാൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാൻ പറ്റാത്ത എന്താണ്, ഒരു പ്രൈഡ് ഉണ്ടാവും. ഓ ഐ ബീൻ എ ലീഡർ ഇൻ ദ പാക്ക്. ഓക്കെ, ഈ മറ്റേ ഗ്രാഫിക്സ് പ്രോഗ്രാമിങ്ങിൽ ഞാൻ ടോപ്പാണ്, അല്ലെങ്കിൽ ഞാൻ .NET കിങ് ആണെന്നുള്ള ആ ഒരു തരം ഒരു ഫാൾസ് പ്രൈഡ് ഉണ്ടാവും. അപ്പോ ചിലവരുടെ എക്സിസ്റ്റൻസ് തന്നെ ആ ഫാൾസ് പ്രൈഡ് ആയിരിക്കും, കോസ്റ്റ്ലി. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അവരെ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാൻ നിർബന്ധിക്കാതിരിക്കുന്നത്, കാരണം നാച്ചുറൽ റെസിസ്റ്റൻസ് വരും. ഞാൻ കേരളത്തിലെ 95% പ്രോഗ്രാമേഴ്സും ഒരു ഫാൾസ് പ്രൈഡിന്റെ ഒരു ഉടമയാണ്. പ്രബുദ്ധ മലയാളി, അങ്ങനെ കുറെ, അതായത് മറ്റ് സ്റ്റേറ്റിലെ ആൾക്കാരെ മണ്ടന്മാരാണ്. പിന്നെ കുറെ എന്താ പറയാ, കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കുത്തിവെച്ച കുറെ ആശയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി സെക്കൻഡ് ഫിഡിലൊന്നും പ്ലേ ചെയ്യാൻ ചെയ്യില്ല. പലപ്പോഴും ഫാറ്റൽ ബാറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആണ്, പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ വിത്തൗട്ട് ലോസിങ് മോറൽ കോമ്പസ്. ഇവിടെയാണ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാൻ തീരുമാനിച്ചു വെച്ചു. കാരണം പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ ഈസ് ആൻ ഇമ്പരേറ്റീവ്. വി വിൽ ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് പോയിന്റ്. അതായത് മോറൽ കോമ്പസ്, മൂല്യച്യുതി ഇല്ലാതെ നിങ്ങൾ സെക്കൻഡ് ഫിഡിൽ വിളയാണ്. അതായത് ഒരാളെ ഡിസെപ്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസെപ്ഷന് വേണ്ടി സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്തിട്ട് മറ്റേ സ്റ്റെൽത്ത് വെച്ചിട്ട് ഓവർ റൈഡ് ചെയ്യുന്ന പരിപാടിക്ക് വേണ്ടി ആയിരിക്കരുത്. അതായത് പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ ഈസ് ആൻ ഇമ്പരേറ്റീവ് ബിക്കോസ് നിങ്ങൾക്ക് ബെറ്റർ ടൂൾസും ബെറ്റർ മോഡൽസും സെൽഫ് ഡെവലപ്മെന്റിനും വേണ്ടി യു ഷുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് പീപ്പിൾ ഹു ആർ സ്മാർട്ടർ ദാൻ അസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും അവരെ ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ സ്കിൽസോ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ അക്യൂമെന്റ് വെച്ചിട്ടാണ് ആൾക്കാരുടെ വെനം ന്യൂട്രലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ വരുന്നത് തടയുക. ഓക്കെ, ഇൻ ജോബ് എൻവയോൺമെന്റോ ടീം എൻവയോൺമെന്റിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഇൻഫോർമൽ സർക്കിൾസിൽ പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ ഈസ് നോട്ട് റോങ്. ആൻഡ് ഇഫ് യു പ്ലേ സെക്കൻഡ് ഫിഡിൽ ടു 10 people, then you will be the smartest guy there.
കാരണം എന്ന് വെച്ചാൽ എവരിവെയർ യുവർ ഇൻ ദ സെക്കൻഡ്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഒരു വേണുഗോപാൽ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളിയാണ് എന്റെ മറ്റേ പറയാറ്. വേണുഗോപാലിന് ഒരു സബ്ജക്റ്റിലും ഇടയ്ക്കൊക്കെ വല്ല മാത്സിന് ഫസ്റ്റ് കിട്ടിയതായി, ഒരു സബ്ജക്റ്റിനും മാത്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 50 കിട്ടുമ്പോൾ പുള്ളിക്ക് കിട്ടും. പക്ഷെ ഒരു സബ്ജക്റ്റിന് പുള്ളിക്ക് ഫസ്റ്റ് ഇല്ല. പക്ഷെ അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുള്ളി ഫസ്റ്റ്. അപ്പൊ കോമ്പിനേഷൻ സ്കിൽസ് ഒക്കെ ഉള്ളവർക്ക് ഇപ്പോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഇമ്മ്യൂട്ടബിൾസ്, അതായത് ഞാൻ ഇപ്പൊ എന്റെ ഐച്ഛിക വിഷയം ജാവയാണ്. ഓക്കെ, നോബഡി ഷുഡ് ബി ബെറ്റർ ദാൻ അസ് ഇൻ ജാവ. അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും we will find people who got better opportunities than us in that environment. ഓക്കെ, നമുക്ക് കാച്ചപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ പ്ലേയിങ് സെക്കൻഡ് ഫീൽഡിൽ ഒരു മാൻഡേറ്റ് ആണ്. അപ്പൊ ഇത് പണ്ട് മാൻഡേറ്റ് ആയിരുന്നില്ല. നമ്മൾ ആൾറെഡി പറഞ്ഞു എവല്യൂഷണറി ടേംസിൽ പണ്ട് മറ്റേ കമ്മ്യൂണൽ ലിവിങ് ഉണ്ടായിരുന്ന കാലത്ത്, ട്രൈബൽ ലൈഫ് സ്റ്റൈലിന്റെ കാലത്ത് നമുക്ക് സെക്കൻഡ് ഫീൽഡിൽ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഇല്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫർമേഷൻ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് കൊളാബറേറ്റ് ചെയ്ത്, അതായത് ആഡം സ്മിത്തിന്റെ പിൻ ഫാക്ടറി എടുക്കുക. അപ്പൊ അത് ആസ് പെർ ദാറ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷനും മറ്റേ അസംബ്ലി ലൈനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പിൽക്കാലത്ത് വന്ന ഇൻഫർമേഷൻ റവല്യൂഷനും ഈ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഹി ഹാസ് ടു ഷെയർ ദ എന്താ പറയാ പൈ വിത്ത് അതേഴ്സ്, ഓർ എൽസ് ഓക്കെ if he wants to make a good living, he has to play second fiddle to a lot of people, even if those people are intellectually inferior. No chain is stronger than its weakest link. ഇപ്പോൾ ചിലപ്പോൾ വീക്ക് ലിങ്ക് ആയിട്ടുള്ള ആ സിസ്റ്റത്തിലുള്ള ആളുടെ പെർഫോമൻസ് ആയിരിക്കും ചിലപ്പോൾ സിസ്റ്റത്തിന്റെ ഔട്ട്കം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പൊ എനിക്ക് പരിചയത്തിലൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു ആകെയുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്നിട്ട് ഒരു ജോബ് ട്രിഗർ ചെയ്യാം. ജോബ് ട്രിഗർ ചെയ്യുന്ന വേണ്ട, അത് ഒരു ജസ്റ്റ് അയാൾക്ക് മറ്റേ അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതുള്ള, അത് തന്നെ 5 മിനിറ്റിലുള്ള അയാൾ അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ആ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കണേ. ആൻഡ് ദെൻ ഹി മേഡ് എ ഗുഡ് ലിവിങ്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും, പക്ഷെ ആരും തയ്യാറല്ല എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ വന്നിട്ട് ആ ജോബ് എടുക്കാൻ. ഹീസ് വില്ലിങ് ടു ഡു ഇറ്റ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും പുള്ളിയുടെ മുമ്പിൽ തോറ്റു കൊടുത്താൽ മതിയാവും. അപ്പൊ ഈ അർബനൈസേഷനും വന്നു കഴിഞ്ഞപ്പോൾ, ടോപ്പ് ഡൗൺ അപ്രോച്ച് ടു ലൈഫ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ബീയിങ് അല്ല. നമുക്ക് ഇന്റർഡിപെൻഡൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പല സ്ഥലത്തും പല ആൾക്കാർ, ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ചെറുപ്പത്തിൽ പറയും, അതായത് എസെൻഷ്യൽ സപ്ലൈസ്, ഗ്യാസുകാരൻ, ഇലക്ട്രിസിറ്റിക്കാരൻ, പാലുകാരൻ, ഇവർക്കൊക്കെ നമ്മളൊരു സ്പെഷ്യൽ പരിഗണന കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അന്നം മുട്ടുന്നു. അപ്പോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനെ ഞങ്ങൾക്ക് ജ്യൂസ് കട ഉണ്ടായിരുന്നു. എല്ലാവർക്കും 1.25 രൂപ അന്ന്, അത് 1980s പറഞ്ഞത്, 1.25 രൂപ ചാർജ് ചെയ്യുമ്പോൾ ഇവർക്ക് 1 രൂപ കൊടുക്കുള്ളൂ. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും ഇലക്ട്രിസിറ്റിക്കാരെ വിളിക്കണമെങ്കിൽ ഈ അപ്പൊ എന്റെ ഈ കോണികളെ മുതലാളി എന്ന് വിളിക്കണേ, മുതലാളി ഒന്ന് വന്നേ ആ ഇലക്ട്രിസിറ്റിക്കാരനെ വിളിച്ചു പറയാൻ പറയും, കാരണം ആൾക്കാർ വരും. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെക്കൻഡ് ഫീൽഡിൽ എന്നുള്ള സാധനം ഒരു ഇന്റലക്ച്വൽ ലെവലിൽ മാത്രമല്ല, നമ്മളെ ലൈഫിൽ പല സ്ഥലത്തും നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള ആൾക്കാർക്ക് ഡ്യൂ റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അന്നം മുട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്ഥിതിവിശേഷം, ഈ റെവല്യൂഷൻ എങ്ങനെ വന്നേന്നുള്ളത് നോക്കാം. ദ ഐഡിയ ഓഫ് കോമ്പറ്റൻസ് വിത്തൗട്ട് കോംപ്രിഹെൻഷൻ. മോഡേൺ കോർപ്പറേറ്റ്സ് റൺ ചെയ്യുന്നത് ഫണ്ടമെന്റൽ ഈത്തോസ് എന്താന്ന് വെച്ചാൽ കോമ്പറ്റൻസ് വിത്തൗട്ട് കോംപ്രിഹെൻഷൻ. ഒരു ഇൻഡിവിജ്വൽ വിചാരിക്കണം എങ്ങനെയാണ് കോംപ്രിഹെൻഷനിലായിട്ട് കോമ്പറ്റൻസ് ഉണ്ടാവണേ. ABC അവർക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കും, പക്ഷെ ഒരു സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 പേര് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് ആ പിക്ചറിലില്ല, അല്ലെങ്കിൽ ആ കപ്പാസിറ്റി മറ്റൊരാൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സിസ്റ്റം അവിടെ മാനിഫെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഈ കോമ്പറ്റൻസ് വിത്തൗട്ട് കോംപ്രിഹെൻഷൻ വരുമ്പോൾ യു ആർ ഫോഴ്സ്ഡ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ വെൻ ഇറ്റ് മാറ്റേഴ്സ് അപ്പോൾ സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ. ഓക്കെ, അപ്പൊ കമ്പനിയുടെ ഉള്ളിലൊക്കെ പീപ്പിൾ ബിക്കോസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ നേച്ചർ ആൾക്കാർ ചെയ്യും, പക്ഷെ ഇൻഫോർമലി സെക്കൻഡ് ഫീൽഡിൽ കളിക്കാനുള്ള മടിയാണ് പലപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് നടക്കാത്തത്. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പ്ലേയിങ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ബിക്കം ദ ന്യൂ നോം മാത്രമല്ല, സ്മോൾ സൈസ് വർക്ക് സ്പേസസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ നല്ല പ്രാമുഖ്യം കിട്ടാം. ആൻഡ് ചില ആൾക്കാർ സീരിയലി ചെറിയ ടീംസിനൂടെ വർക്ക് ചെയ്തിട്ട് അവർക്കൊരു ഇലൂഷൻ ഓഫ് കോമ്പറ്റൻസ് ഉണ്ടാവും. ബട്ട് വെൻ ഇപ്പൊ എന്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഐ യൂസ് ടു ഡു 2 people's work 3. എനിക്ക് ആവറേജ് ആൾക്കാരെക്കാളൊക്കെ വളരെ എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുമായിരുന്നു. അപ്പൊ 2005
ഓട്ടോഡെസ്ക് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു മെയിൻ സ്ട്രീം സീരീസ് ഓഫ് മെയിൻ സ്ട്രീം ആപ്ലിക്കേഷൻ ഫീച്ചേഴ്സ് ഔട്ട്സോഴ്സ് ചെയ്തത് ഞാനായിരുന്നു. അതിന്റെ ഇപ്പുറത്തെ ആർക്കിടെക്റ്റും ഇപ്പൊ ഡെലിവറി മെക്കാനിസം, കാരണം അന്ന് ഇതേമാതിരിയുള്ള ഹയറാർക്കി ഒന്നും ഇത്രയില്ല. അപ്പോൾ ഡെലിവറിയുടെ എല്ലാത്തിന്റെയും റെസ്പോൺസിബിൾ എനിക്ക് എഞ്ചിനീയർ ചെയ്യാൻ വേണം, ഇത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ 7-8 പേരായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിന്റെ മനസ്സിലാക്കാൻ യു കനോട്ട് വർക്ക് at equal ease with when you are working with 8 smart people at the same time. വെള്ളം കുടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഡെലിഗേറ്റ് ചെയ്ത് എങ്ങനെയോ എന്താ പറയാ, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ 75 ഡേയ്സ് അതായിരുന്നു. അപ്പോൾ ഈ എപ്പോഴും ഈ നമ്മൾ സ്മോൾ സൈസ് വർക്ക് പ്ലേസിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ലാർജ് സ്കെയിൽ വർക്ക് പ്ലേസിലോട്ട് പോകുമ്പോൾ ഈ പ്രശ്നം വരാം. ഇനി സെക്കൻഡ് ഫിഡിലിന്റെ വേറൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. ഈ ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇൻ ദ ഇയർ 2000. അപ്പോൾ അവിടെ ഓരോ ഡിസ്കഷൻ കിടക്കുമ്പോൾ ഐ യൂസ് ടു ബി ദ പേഴ്സൺ ഹൂ യൂസ് ടു പ്രപ്പോസ് തിങ്സ്, സിസ്റ്റം ഒക്കെ ഇലാബറേറ്റ് ചെയ്യാനും RFP റെസ്പോണ്ട് ചെയ്യുമ്പോൾ. പക്ഷെ ലാസ്റ്റ് വീക്ക് 1-2 പേര് വന്നിട്ട് ദേ ടേക്ക് ഓൾ ദ ക്രെഡിറ്റ്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യാൻ അറിയാം. അവർ പലരും എന്താ പറയാ, അവരുടെ മറ്റേ ഇതുണ്ടല്ലോ, അവരുടെ ഓപ്ഷൻസ് ഒക്കെ ഡിലേ ചെയ്യും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, ദർ ഇസ് ഇൻഡീഡ് വിസ്ഡം ഇൻ പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ. അങ്ങനെയാണ് മറ്റേ എന്താ പറയാ, പേസ് ചെയ്യാനും ഒക്കെ പഠിച്ചത്. ഓക്കെ, അപ്പോ ഈ പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ എന്നുള്ള സാധനം ഒരു കോർപ്പറേഷന്റെ ഉള്ളില് നമ്മളെല്ലാവരും ഇൻവോളണ്ടറിലി ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് കാരണമാണ്. സെയിം സാധനം വളണ്ടറിലി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ, അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരാള് ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഇവിടെ പറയാം ശത്രുക്കൾ ശക്തമാവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പോയി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ വേസ്റ്റ് ടൈം. റാദർ ദാൻ ദാറ്റ് ഓക്കെ, അയാൾ ആ പർട്ടിക്കുലർ സാധനങ്ങൾ പഠിച്ച് അയാളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ടൈം ടു ഡു സംതിങ് എൽസ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ ഒരു ലാക്ക് ഓഫ് നോളജ് അറ്റ് എപ്പിസ്റ്റമിക് ലെവലാണ് പലപ്പോഴും സെക്കൻഡ് ഫിഡിൽ. മാത്തമാറ്റിക്സ് 100,000 മാനിയേഴ്സ് ഉണ്ട്, നമുക്കൊരു മാനിയറേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കാൻ പറ്റുക? അപ്പോൾ ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് എ ഗ്രൂപ്പ് ഓഫ് 10 പീപ്പിൾ, ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്കൊരു 5 മാനിയേഴ്സിന്റെ നോളജ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാം, വിച്ച് വിൽ. അപ്പോൾ ഒരു മാസീവ് കൊളാബറേഷൻ സ്ട്രാറ്റജിയിലെ ഇന്നത്തെ കാര്യത്തിൽ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ പ്ലേയിങ് സെക്കൻഡ് ഫിഡിലാണെങ്കിൽ നമുക്ക് സറണ്ടർ എന്നും പറയാം. സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം എടുത്ത് സറണ്ടർ ചെയ്യാന്നുള്ളതല്ല. Okay, the guy in front of us, okay, knows about one subject more than us. For provisionally, let him be the guru, okay, and then okay, listen to him with full heart, and then do it എന്നുള്ളതാണ് ഇതിന്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യേണ്ട ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പുള്ളിയുണ്ട് ഭയങ്കര അബ്യൂസീവാ, പുള്ളി ഞാനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മണ്ടറാന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയുടെ കയ്യിൽ കുറെ ഐഡിയാസ് ഉണ്ട്. അപ്പൊ മെയിൻ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ലിസൺ ടു ഹിം. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നീ എങ്ങനെ അവനൊക്കെ സഹിക്കണേന്ന് ചോദിക്കും. പക്ഷെ അപ്പൊ ഞാൻ പറയും, അവൻ കൊണ്ടുവന്നിരുന്ന ആവശ്യം നീ കൊണ്ടുവന്ന ഞാൻ സഹിക്കില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഈ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യുന്ന സഹിക്കുക എന്നുള്ളതല്ല കേട്ടോ, ഇതൊരു പ്രാഗ്മാറ്റിക് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ നോളജ് എക്സ്പ്ലോഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഏർലി നല്ല പിയർ പ്രഷറും ഉണ്ടെങ്കിൽ കൊളാബറേഷന് വേണ്ടിയുള്ള ഈസ് ഉണ്ടാവും. അത് മാത്രമല്ല പ്ലേയിങ് സെക്കൻഡ് ഫിഡിലെ സെക്കൻഡ് കേൾക്കാമോ? ഓക്കെ ഓക്കെ. വെയിറ്റ് ചെയ്യാം.
ഓക്കെ ഓക്കെ ശരി ശരി ശരി. ആ സാറിന് നെറ്റ് എന്തോ പറ്റിയെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. പറയൂ. എനിക്കൊരു ക്വസ്റ്റ്യൻ ആയി സാർ പറഞ്ഞിട്ടുണ്ടായത്, ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഇല്ല ഇല്ല റെക്കോർഡിംഗ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഇപ്പോഴും മറ്റേ മാൻ ഇസ് എ ഹണ്ടർ അത് വാലിഡ് ആണോ എന്നുള്ളതായിരുന്നു എന്റെ ഒരു കേട്ടില്ല ഒന്നുകൊണ്ട് പറഞ്ഞേ. ഇതില് ഇത് പറഞ്ഞ അതായത് മാൻ ഇസ് എ ഹണ്ടർ ഗ്യാദറർ എന്നുള്ള ആ ഒരു ഇതുണ്ടായല്ലോ ആശയം. അല്ല അത് എവല്യൂഷണറി എങ്ങനെ ട്യൂൺഡായി നമ്മുടെ ട്രൈബൽ നേച്ചർ സ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ്. ട്രൈബൽ നേച്ചറിനെ നമ്മൾ നർച്ചർ വഴി ഓവർ റൈഡ് അല്ലേ ചെയ്യുന്നത് ശരിക്കും. അതെ. അപ്പോൾ അത് ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ് പറയണത്. അതായത് ആൾക്കാർ ഇപ്പോഴും പ്രിമിറ്റീവ് ആണെന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു കോണ്ടെക്സ്റ്റില് ശരിക്കും ഒരു സെക്കൻഡ് ഫിഡില് പ്ലേ ചെയ്യാനുള്ള ഒരിതേ ഉണ്ടാവാനേ സാധ്യതയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആശയം. ഡിഫോൾട്ട് അപ്പൊ നമ്മള് ഏകദേശം തീം കിട്ടിയില്ലേ? ഓക്കെ, വിൽ കണ്ടിന്യൂ. പറഞ്ഞോളൂ. ഞങ്ങള് ചോദിച്ചോണ്ടിരുന്നതേ അത് പ്രസിദ്ധി അവിടെ സെക്കൻഡ് തേർഡ് പോയിന്റ് ആയിട്ട് എഴുതിയത് മാൻ ഇസ് എ ഹണ്ടർ വുമൺ ഇസ് എ ഗ്യാദറർ എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റില് അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് മാൻ ഒരിക്കലും സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യില്ല. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന സ്ഥിതിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് കൊണ്ടാണ് ആ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു ആശയോടെ വരുന്നില്ലേ? ആണല്ലോ. അതാണ് ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ മനുഷ്യനിപ്പോ ഒരു 1,00,000 കൊല്ലത്തെ എവല്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ, കൾച്ചറൽ എവല്യൂഷൻ. അതില് അവൻ AD 8100 വരെ അവൻ ഹണ്ടറായിട്ടാ ജീവിച്ചേ, അല്ലെങ്കിൽ പാർഷ്യൽ നാഗരികതയായിട്ടാ ജീവിച്ചേ, അല്ലെങ്കിൽ വേടനായിട്ട് ജീവിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോ മറ്റേ ഈ ഗ്യാദറേഴ്സ് അങ്ങനെയാണ് ഇതിരുന്നത്. അപ്പൊ നമ്മുടെ എവല്യൂഷണറി അർജ എങ്ങോട്ടായിരിക്കും? ഹണ്ടർ ആവാനാണ്. എന്ന സ്ഥാനത്ത് മോഡേൺ കോർപ്പറേഷൻസും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ നമുക്ക് കൊണ്ടുവന്നിരുന്നത് നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ ക്ലർക്ക് ആവുക. അപ്പൊ ഈ ഹണ്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറെ ആളെ ഏൽപ്പിക്കുക, ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നാച്ചുറലി നമുക്ക് വേറെ വഴിയില്ല സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാന്നല്ലാതെ. അതല്ല, അപ്പൊ അങ്ങനെ ഒരു ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതിപ്പോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ പലപ്പോഴും ലീഗൽ ഫ്രെയിംവർക്കും ലീഗൽ അല്ല, അതായത് പ്രോസസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സഫീഷ്യന്റ്ലി സ്റ്റാഫ്ഡ് ആണെങ്കിൽ അവിടെ ഇവൻച്വലി ഔട്ട്പുട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു സ്റ്റാർട്ടപ്പിലോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ എക്കോസിസ്റ്റത്തിൽ ഒരു സെൽഫ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റില് സെക്കൻഡ് ഫിഡിൽ കളിക്കാനുള്ള മടി കാരണമാണ് പലപ്പോഴും ലേണിംഗ് നടക്കാത്തത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യാവഹാരിക, അതായത് നമുക്ക് നേട്ടമില്ലാത്ത എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണോ? അങ്ങനെയല്ല. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് നാച്ചുറൽ അല്ല, ഇതൊരു ലേൺഡ് ബിഹേവിയർ ആണെന്നുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ചർച്ച വെക്കേണ്ടി വരിക. ഇനിയിപ്പോ ഈ മറ്റേ ജോൺ നാഷ് പോലും ഇപ്പൊ ഈ നാഷ് ഇക്ലിബ്രിയത്തിലേക്ക് കണ്ടുപിടിക്കപ്പെട്ടത് പോലും നോബഡി വാണ്ട്സ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ നിന്ന് വന്നതാ. മനസ്സിലായോ? അപ്പോ അപ്പൊ അതിന്റെ കൺക്ലൂഷൻ ഈച്ച് വൺ അക്കോർഡിംഗ് ടു himself, at the same time he has to take care of the interest of the head of the group. അങ്ങനെയാണ് അത് റിസോൾവ് ആയത്. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ സെക്കൻഡ് ഫിഡിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പ്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം കട്ട് ചെയ്ത് ചോദിച്ചോട്ടെ. അതായത് ഒരു ഫ്ലാറ്റ് ഹൈറാർക്കി എന്നുള്ള ഒരു സംഭവം ഒരിക്കലും നടക്കില്ല എന്നാണോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? അല്ല, ഇപ്പൊ ഫ്ലാറ്റ് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഉദ്ദേശിക്കണേ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവരും ഈക്വൽ ആണ്. അല്ല, അതിപ്പോ UST പറഞ്ഞല്ലേ, വി ആർ ആൾ
ഈക്വൽ വി ഡു ഡിഫറെന്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ മെൻ ഡു ഡിഫറെന്റ് തിങ്സ്. അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു 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 പെക്കിംഗ് ഓർഡറിന്റെ പ്രശ്നമുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ഫ്ലാറ്റ് ഉണ്ടാവില്ല, കാരണം ഓപ്പറേഷണലി ഫ്ലാറ്റ് ആയിരിക്കും. മനുഷ്യർക്ക് ഹൈറാർക്കി ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുക? ഹൈറാർക്കി ഇല്ലാത്തൊരു സ്ഥലം കണ്ടിട്ടുണ്ടോ? അത് അൺസ്റ്റേബിൾ ആ, മറ്റുള്ളവർ വന്ന് ഇൻവൈഡ് ചെയ്ത് കൊന്നോളയും. ഇനി പ്രതിപക്ഷം ഇല്ലാത്ത സ്ഥലത്തും പ്രോഗ്രസ് ഇല്ല. ഇതല്ല സി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വെസ്റ്റും എനിക്ക് കുറെയൊക്കെ പ്രോഗ്രസ് എങ്ങനെ ഇപ്പൊ ഗ്ലോബലൈസേഷൻ വന്നില്ല എന്ന് വെച്ചോ, ചൈനയൊക്കെ വീണാന്. കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ രണ്ട് ഗ്രൂപ്പ്സ് വേണം. എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നാണ് ആ സാധനം ഉണ്ടാവുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയില് ഗ്രൂപ്പീസോ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടി വളരില്ല. ഒരു കമ്പനിയില് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ കമ്പനിക്ക് വളരാൻ മാത്രമല്ല സസ്റ്റൈൻ ചെയ്യാൻ പോലും പറ്റില്ല. 10 പേര് ഒരു ടീമിൽ വന്നു, 11ാമത്തെ ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് 6-5 അത്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് വരുമ്പോ അങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്യണം, അല്ലാണ്ട് നമുക്ക് ഇതിനെ ലീനിയർലി സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് എപ്പോഴൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്താലേ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ആശയം കൂടി. അതല്ലെങ്കിലും ഡൗട്ട് എന്താണല്ലേ, ഇപ്പൊ പ്രതിപക്ഷം അല്ലെങ്കിൽ പക്ഷമില്ല എന്ന് പറഞ്ഞ കാര്യം തന്നെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യത്തെ കൗണ്ടർ ചെയ്താലല്ലേ നമുക്ക് അവിടെ നിന്ന് ബെസ്റ്റ് വരുള്ളൂ. അത് മറ്റേ തക്ഷശില എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട്, തൊട്ടാൽ തീപാറും 2 ജന്മങ്ങൾ കൂടിയാൽ പുതിയൊരു അവതാരം ഉണ്ടാവുന്നതായിരിക്കണേ. അപ്പൊ ഞാനത് കണ്ടപ്പോ എനിക്ക് ഇംപ്രസ്ഡ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, നോളജ് നോട്ട് ഓൺലി കംസ് ത്രൂ കോപ്പറേഷൻ, ത്രൂ കൺഫ്രണ്ടേഷൻ ആസ് വെൽ. നോളജ് കംസ് ത്രൂ കൺഫ്രണ്ടേഷൻ എന്നാണ്, നോട്ട് ഓൺലി ത്രൂ കോപ്പറേഷൻ. തൊട്ടാൽ തീപാറും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്, അതായത് പ്രസിദ്ധി പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ചിലപ്പോ ഒരു ഈ ലാസ്റ്റ് പറഞ്ഞ കൺഫ്രണ്ടേഷൻ ചിലപ്പോ അതൊരു കോഡ് ഓഫ് കണ്ടക്ടിന് എതിരുമായിരിക്കില്ലേ പ്രസിദ്ധി? ഇല്ലല്ല, അങ്ങനല്ല. അല്ല, അവിടെയാണ് അവർ ആ സിസ്റ്റം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടെന്നുള്ള രീതിയിലാണ്. അതാ ഞാൻ പറഞ്ഞേ 11ാമത്തെ ആള് വന്ന് അത് 6-5 ആവുന്നു. പിന്നെ 10ന്റെ പ്രൊഡക്ടിവിറ്റി ഇനി 10 ഇനി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ 10-25 ആയിക്കൊള്ളണം. 11 ആയാൽ പോരാ, കാരണം കമ്മ്യൂണിക്കേഷൻ ചാനൽ കൂടും. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അമ്മായിമ്മ പോരന്റെ ഒരു ഇതെന്താണ്? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? ഞാൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ കുറവാണെങ്കിലല്ലേ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് അത് തെറ്റായ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് സ്കെയിൽ ഉണ്ടാവില്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ ചാനൽ കുറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, സ്മോൾ ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ലാർജ് ടീം വന്നാൽ എന്ത് പറ്റും? കമ്മ്യൂണിക്കേഷൻ ചാനൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ കുറച്ചിട്ട് അവിടെ ഒരു ഹൈറാർക്കി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ കേപ്പബിലിറ്റി വേഴ്സസ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 10 ആള് മതിയായിരിക്കും, കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ 10 പേർക്ക് ഈ സാധനം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. പക്ഷെ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ 25 ആളുണ്ടെങ്കിൽ അത് നടക്കുള്ളൂങ്കിലോ, റോള് ഡിവൈഡ് ചെയ്ത് വരുമ്പോ. അതാണ് കേപ്പബിലിറ്റി കപ്പാസിറ്റി. ഇപ്പൊ സ്റ്റാർട്ടപ്പിലൊക്കെ വരുന്ന പ്രശ്നം അതല്ലേ. സ്റ്റാർട്ടപ്പിലെ ആൾക്കാർക്ക് കേപ്പബിലിറ്റി ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ആ ഇംപ്രൊവൈസേഷൻ ആക്സലറേഷൻ എവിടെ നിന്ന് വരും? മനസ്സിലായ? അതായത് നിങ്ങൾക്ക് 25 അല്ല, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 25 പേരുണ്ടെങ്കിലേ ഒരു നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 10 പേരേ ഉള്ളൂ. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ഒരു സാധനം ഡെലിവറി ആണെങ്കിൽ ഈ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 25 പേരെങ്കിലും വേണം. പക്ഷെ നിങ്ങൾ 10 പേര് വെച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആക്സലറേഷൻ കിട്ടണമല്ലോ, ഈ 15 പേരെ ഓവർ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തിട്ട് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റാഫ് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ അടുത്ത 6 months എന്താ പറയാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്നോവേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്ത കേസസും ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലം ഉണ്ട് അവിടെ. അപ്പൊ ഇതാണ് അതിന്റെ കുഴപ്പം. വേറെ നാളെ കോമ്പറ്റൻസ് വിത്തൗട്ട് അതായത് എനിക്ക് ഒരു പോയിന്റ്, അല്ല, കോമ്പറ്റൻസ് വിത്തൗട്ട് കോംപ്രിഹെൻഷനെ കുറിച്ച് നിങ്ങളുടെ ടേക്ക് എന്താ? അത് ഞാൻ അറിയാമായിരുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത്.
അതൊരു ഫോർമൽ ലേബൽ ആയിട്ട് എനിക്ക് ഇന്നാണ് ഇതായത്. അല്ല പറഞ്ഞപ്പോൾ മറ്റേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് മീസി, അത് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്, അത് ഇതിന്റെ കീഴിൽ വരുന്നതല്ലേ പ്രസിദ്ധി? അല്ല സി അത് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതായിട്ട് ചേർത്ത് വായിക്കാം, പക്ഷെ അത് വായിക്കല്ലേ. ഇവിടെ ഒരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് ടുവേർഡ്സ് ഹ്യൂമൻ റിസോഴ്സ് എടുക്കുന്നത്, അതാണ് ഇവിടുത്തെ ഹൈറ്റ്. അതായത് പെസിമിസ്റ്റിക് അപ്രോച്ച് ഹ്യൂമൻസിന് അധികം കോംപ്രഹെൻഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് കളക്റ്റീവ്ലി ഇത് അതൊരു എന്താ പറയാ, ഒരു മാനേജ്മെന്റ് മോഡൽ. അതാണോ ഒരു ഓർഗനൈസേഷന്റെ ലെവറേജ് വെച്ചിട്ട് ടീമിനെ ഫോം ചെയ്യാന്നൊക്കെ പറയുന്ന ടീം അതിന്റെ കീഴിൽ വരുന്നതാണോ? അല്ല അല്ലല്ല, ഈ കോംപ്രിഹെൻഷൻ കുറവായിരിക്കാം, ഡിഫറെന്റ് സെഗ്മെന്റേഷൻ, അതായത് എക്സ്പീരിയൻസ് ലെവൽ കൂടുതലും കുറവുള്ള ഒരു മിക്സ് വേണം, അങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ അതെ, അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറെ ആവറേജ് ആൾക്കാരെ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹയറാർക്കി ഉണ്ടാക്കിയാൽ മതി എന്നാണ് വെപ്പ്. അപ്പൊ കറക്റ്റ് നമ്പർ ഓഫ് എന്താ പറയുക, ഓരോ ലെവലിലും കറക്റ്റ് നമ്പർ ഓഫ് ആൾക്കാരെ വെച്ച് ഡിവിഷൻ ഓഫ് ലേബർ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, പ്രോഗ്രാം മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്, അങ്ങനെ പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കൺസേൺസ് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെക്കാനിക്കൽ ആവും എന്നുള്ളതാണ് വെപ്പ്. അങ്ങനെയാണ് സ്ക്വയർ പിരമിഡ് ആവണേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം ഒരു സ്ക്വയർ ആണെങ്കിൽ അതിനെ ടൈൽ ചെയ്താൽ മതി, പക്ഷെ ടൈലിന്റെ ഇടയിൽ ഹോള് വീഴും. അപ്പൊ എന്ത് ചെയ്യും? നോമാൻസ് ലാൻഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ലെയർ ഉണ്ടാക്കണം. അവിടുത്തെ ടൈൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു 3-4 ലെയർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതോ ആ പിരമിഡിന്റെ അപ്പെക്സിൽ നിന്ന് ഒപ്പേക്കാവുള്ളൂ അടിയിലോട്ട്. പിരമിഡ് സ്ക്വയർ പിരമിഡ് ആവുന്നത് അങ്ങനെയാണെന്നാണ് എന്റെ ഇത്. അത് അവിടെ വരെ പോണ്ട. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ പ്രോബ്ലം ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ പിന്നെ നിങ്ങൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ കുറെ ടൈല് വരയ്ക്കും. ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോലീസിങ് എന്താണ്? നിങ്ങളുടെ കണ്ടിട മാപ്പാണ് നിങ്ങളുടെ ടൈല്, ശരിയാണോ? അല്ല, സ്ക്വയർ അതിന് ബൗണ്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുറെ വര വരയ്ക്കും അല്ലെ, ലോജിക്കലി. മധ്യമേഖല, ഉത്തരമേഖല എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതിൻ്റെ ഉള്ളില് ഡിസ്ട്രിക്ട്, താലൂക്ക് അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറെ ബൗണ്ടറി വരയ്ക്കും. അതായത് പ്ലാറ്റോണിക് ഷേപ്സിലുള്ള സ്ക്വയറോ പിന്നെ ട്രയാങ്കിളോ ഇനി ചിലപ്പോൾ സിക്സ് ആഗിലൊക്കെ നിങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തി വെക്കും. പക്ഷെ ആക്ച്വലി ആ അതിർത്തി ചിലപ്പോൾ പുഴയുടെ തീരത്തായിരിക്കും, പല പാലത്തിന്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് വരേണ്ടി വരും, അവിടെ റോഡ് ഉണ്ടാവില്ല, ശരിയാണോ? അപ്പൊ അവിടെ ഒരു ഫസിനെസ് ഉണ്ടാവും ഏത് ആ പാർട്ടീഷന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷൻ അതിർത്തികൾ ഇപ്പൊ മറ്റേ കളമശ്ശേരി SCMSന്റെ അവിടെ ഒരു ശവം വന്ന് ആ പാലത്തുമ, അത് ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ മറ്റേതാണോ എങ്ങനെ തീരുമാനിക്കും? അതവിടെ ലോക്കൽ ആൾക്കാർ, ലോക്കൽ ആരാണ് ഉത്തരവാദിത്തം, അവരാണ് തീരുമാനിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ അവിടെ SHO, ഇപ്പൊ പണ്ടാണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടാവും, CI. SI പോലീസ് സ്റ്റേഷന്റെ ഇതാണെങ്കിൽ CI ഉണ്ടാവും. ഇനിയിപ്പോ CIമാര് അവന് ഇത് വന്നാലും എന്ത് പറ്റും? DYSP വരും. ഇപ്പൊ DYSPമാര് വരാൻ നിങ്ങള് മറ്റേ ഇത് വന്നാൽ എന്ത് ചെയ്യും? മേഖല IG എടുത്ത് ഉത്തരമേഖല അവിടെ പോകും. അവിടെ ഡിസ്പ്യൂട്ട് വന്നാൽ എന്ത് ചെയ്യും? അതിന്റെ മുകളിലോട്ട് പോകും. അപ്പൊ വൈദ്യുതി ടൈം ആഭ്യന്തരമന്ത്രി എത്തുമ്പോഴേക്കും ഇതൊരു പിരമിഡ് ആയിട്ടുണ്ടാവും. ഇപ്പൊ പോലീസ് ട്രാഫിക്കിങ്, നിങ്ങൾ വേൾഡിലെ മിക്ക പ്രോബ്ലംസും ടൈലിംഗ് പ്രോബ്ലംസാ. അത് ഞാൻ ഇൻഡിപെൻഡന്റ്ലി ഒരു ദിവസം തോന്നി. പിന്നെയാണ് ഞാൻ ഇത് ഈ പ്രോബിലിറ്റിയുടെ ബുക്കിൽ നിന്നാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ ഞങ്ങൾക്ക്? അപ്പൊ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റില് സെക്കൻഡ് പീരീഡ് കളിച്ചില്ലെങ്കിൽ ഒരിക്കലും ആസ് എൻ ഇൻഡിവിജ്വൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. മറ്റേ നോളജും എനിക്കും എടുക്കണം എന്നുണ്ടെങ്കിൽ ആളായിട്ടുള്ള കോൺവെർസേഷനും അത് ആ കൊളാബറേഷൻ ഉണ്ടാവണം. അതാണ് ഈ ഒരു ഐഡിയ ഇതല്ലേ? അല്ല, അവിടെ അത് ഫോർമലി എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഇൻഫോർമൽ സർക്കിളിൽ സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ആവശ്യം വരുമോ എന്നുള്ളതും കൂടി, ആവശ്യമുണ്ടെങ്കിൽ അല്ല ആവശ്യം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. അതായത് ഇതിപ്പോ ഞാൻ പറയട്ടെ, ഞാൻ പല സ്ഥലത്തും കണ്ടേക്കണം എന്താന്ന് വെച്ചാൽ ഈ സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഔദ്യോഗിക തലത്തിൽ പോലും ലൂസ് ചെയ്യുന്നത് കാണാം. നിന്റെ ഒന്നും ഞാൻ പഠിക്കില്ല.
നിനക്ക് നിന്റെ ഇത് ലാലേ ജോണേ നീ അവരെന്നല്ലേ നോളജ് എടുത്തോണ്ടോ നീ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവന്റെ പ്രശ്നം എന്താ? അപ്പൊ അവന് യുക്തിയില്ലേ, കിട്ടിയ നോളജ് വെരിഫയബിൾ ആണോ എന്നുള്ളതൊക്കെ നോക്കിക്കൂടെ. ഇപ്പൊ കമ്പനികളുടെ ഉള്ളിലും മറ്റേ ഫോർമൽ സെറ്റിങ്ങിലും ഇപ്പൊ ക്ലബുകളിലൊക്കെ അത് എൻഫോഴ്സ്ഡ് ആണ്. പക്ഷെ അത് എൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ ചെയ്യൂ. ഇനിയായിരിക്കും നിങ്ങള് കറക്റ്റ് ആയിട്ട് അടുത്ത ദിവസം കമ്പനി പോകുമ്പോൾ ഞാനിത് ഇവിടേക്കാണ് സെക്കൻഡ് ബിഡിൽ നമ്മളെയാണ് അവിടെ വേണ്ടത് അങ്ങോട്ട് കൊടുക്കാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞാല് കേൾക്കണ്ട, ഒരു കമ്പനിക്ക് കൾച്ചർ ഉണ്ട്, അവിടുത്തെ സ്ട്രക്ചർ ഉണ്ട്, അതിനനുസരിച്ചിട്ട് വേണം നമ്മള് ഡിസിഷൻ എടുക്കാൻ. പലപ്പോഴും എന്താ കാര്യം എന്നറിയാമോ, ഈ സ്റ്റാർട്ടപ്പ് എന്നൊന്നും പറയുന്നതിന് മുമ്പ് ഇപ്പൊ 1994 തുടക്കത്തില് ആലുവയില് ഞങ്ങളൊരു കമ്പനി തുടങ്ങി, നെറ്റ് കമ്പ്യൂട്ടിംഗ് ഗ്രൂപ്പ് എന്നായിരുന്നു അതിന്റെ പേര്. അപ്പോ അതിൽ 4 പാർട്ട്നേഴ്സാണല്ലേ. അപ്പൊ ഞാനുണ്ട്, ഒരു ബിജോയ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, ഒരു ഷാജു എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, ഒരു തോമസ് ഉണ്ട്. അപ്പൊ തോമസ് ആണ് മെയിൻ ഡെവലപ്പർ. ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാനാണ് മാർക്കറ്റിങ്ങിനൊക്കെ പോണേ. ഒരു പുള്ളി ഫണ്ട് ഇറക്കും, രണ്ടൊരു ഫണ്ട് ഇറക്കും. ഇങ്ങനെയാണ് അതിന്റെ കാര്യം. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാല്, അപ്പൊ ആൾക്കാരുടെ ഞങ്ങളും കൂടി പാർട്ട്ണർ ആയിക്കോട്ടെ. അപ്പൊ ഈ ക്രിസ്ത്യൻസിന് ഒരു ട്രാൻസാക്ഷണൽ അപ്രോച്ച് ഉണ്ട്. അപ്പൊ അതിൽ പുള്ളി പറയും, നീ ഉണ്ട് നിന്റെ കൂടെ. മനസ്സിലായി? അപ്പൊ ഒരു പുള്ളി ആളെ വിളിച്ചോണ്ട് കൂട്ടുമ്പേ നമ്മൾ വിചാരിക്കും ഒരു നാളെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മറ്റേ അതിനെ പങ്കിട്ടെടുക്കും, ഒരു പങ്കാളിയും കൂടി വരാനുള്ളത്. പലരും പൈസ ഇറക്കാന്നൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലായോ? പീപ്പിൾ സി നെറ്റ് കമ്പ്യൂട്ടിംഗ് ഗ്രൂപ്പ് ഈസ് ഗോയിങ് ടു ബി എ സക്സസ് ആൻഡ് ദേ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ഇവിടെ കിട്ടിയ അതൊരു 9 മാസം അത് ഓടിച്ചു നടന്നു. മനസ്സിലായില്ലേ? കുറെ കഴിഞ്ഞ് അത് ഞങ്ങൾ പൂട്ടിന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ വേറെ വഴിക്ക് പോയി. പക്ഷെ അന്നും, അതായത് ഇപ്പൊ മിക്ക ആൾക്കാരും സെക്കൻഡ് ബിൽഡിൽ പ്ലേ ചെയ്തേ, അവന്റെ അടുത്ത് നിന്നൊക്കെ നോളജ് കിട്ടിയിട്ട് നാളെ എന്തായാലും ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അവൻ നമ്മളെ വെറുതെ വെച്ചേക്കോ, അവൻ കാരണം എന്നൊക്കെ പറയൂലേ, അതൊക്കെ പേടിച്ചിട്ട് എടുക്കാതെ. അതായത് പ്രോഫിറ്റ് ഉണ്ടാവണേക്ക് മുമ്പ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണ വരികയെന്ന്. മനസ്സിലായോ? അപ്പൊ അതൊരു സെക്കൻഡ് ബിൽഡിൽ പ്ലേ. നാളെ പ്രശ്നമാവോ? അത് ഈ ബന്ധുക്കളുടെ നിന്നൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. മനസ്സിലായോ? ബന്ധുക്കളും സമുദായ അംഗങ്ങളിൽ നിന്നൊന്നും ആൾക്കാർ പഠിക്കൂല. കാരണം അവിടെ ട്രൈബൽ ലെവലില് പ്രോബ്ലം ഉണ്ടാവൂലേ. അവന് ഞാൻ നേരെയാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിപ്പോ ഒരു സംഭവം ഉണ്ടായി. എന്റെ അടുത്ത ബന്ധത്തിലൊരു പെൺകുട്ടിക്ക് ഇത് കിട്ടി, TCS കിട്ടിയിട്ട. അപ്പൊ നമ്മുടെ അവിടെ ഒരുത്തനുണ്ട്, അവന് അത്യാവശ്യം റെപ്യൂട്ടേഷനും വർക്കൊക്കെ അറിയാവുന്ന ഒരുത്തനാ. അപ്പൊ അവൻ ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ്, ഇപ്പൊ TCS വന്നു കഴിഞ്ഞാൽ നല്ല പ്രോജക്റ്റിലൊക്കെ അലോക്കേഷൻ കിട്ടണ്ടേ? അവിടെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കുമല്ലയോ? അപ്പൊ നിങ്ങളൊരു കമ്പനി കയറി ചെന്നു. അപ്പൊ അവിടുത്തെ ഒരാൾ പറഞ്ഞേടാ, അതെ ഞാനൊരു പണിയാ, ഞാൻ ജസ്റ്റ് ഒരാളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം, നീ അവിടെ പോയി മുട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആ നല്ല ഗ്രൂപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോവുമല്ലോ? അത് സാധ്യതയുണ്ട് പോവാൻ, നോർമലി പോകും. പക്ഷെ അത് നിങ്ങളുടെ അച്ഛന്റെ പെങ്ങളുടെ മോനാണ് ഈ പോവുക. നമ്മുടെ ആളായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ ഇരിക്കുമല്ലോ. അല്ല, നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും പോവില്ല. കാരണം എന്താ, തിരിച്ച് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വരെ പ്രശ്നം ഉണ്ടാവും. കാരണം അവരുടെ മകൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് അവൻ കാരണമാണെന്നൊക്കെ അവിടെ അത് പേടിച്ചിട്ട് നിങ്ങൾ പോവില്ലെന്ന്. പക്ഷെ ഞാൻ പോവും. എന്താണ്? അത് ഡെലിബറേറ്റ് ലേണിംഗ് ബിഹേവിയർ ആയതുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ? അത് അമ്മാവന്റെ മോനാണെങ്കിലും പൊയ്ക്കോളന്ന്. അതായത് ഗുണം ഉണ്ടെങ്കിൽ തെണ്ടാൻ മടിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. അത് ഞാൻ തെണ്ടണം എന്നല്ല പറഞ്ഞു. മനസ്സിലായി? അത് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ വലിയച്ഛനെ പറഞ്ഞു, പുള്ളി മരിച്ചു പോയിപ്പോ. പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും
മിക്ക കാര്യങ്ങളെ കുറിച്ച് നല്ല അഡ്വൈസ് കിട്ടും. അപ്പൊ പുള്ളിയായിട്ട് സൗന്ദര്യപടം കാരണം എൻ്റെ അനിയൻ ആരും ചോദിക്കൂല, പക്ഷെ ഞാൻ പുള്ളിയെടുത്ത് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല അഡ്വൈസ് കിട്ടും. അപ്പൊ എന്റെ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്താണ് അയാള് നിങ്ങൾക്ക് മനസ്സിലായി, ഇഫ് ഹി ഈസ് ദ സ്മാർട്ടസ്റ്റ് ഗൈ ഇൻ ദ ടൗൺ, അത് എടുക്കാന്നല്ല അവന് വേറെ വഴിയുണ്ടോ? പുള്ളി ഒരു പെർട്ടിക്കുലർ ലാൻഡില് പുള്ളി ഒരു വീട് പണിത്. ആ വീട് പലരും കുറ്റം പറയാനുണ്ട്, പക്ഷെ ഞാൻ നോക്കിയിട്ട് അത്രയും ലാൻഡ്സ്കേപ്പിൽ പുള്ളി ആ വീട് ഒപ്പിച്ചെടുത്തത് ഒരു കല തന്നെയാണ്. അപ്പൊ നമ്മൾ പുള്ളി എടുത്ത് പല കാര്യങ്ങൾക്ക് കൺസൾട്ട് ചെയ്യും. അവരിങ്ങോട്ട് വരില്ല, ഞാൻ പോവും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി, അത് ലേൺഡ് ബിഹേവിയറാ. അവിടെ എന്താ നഷ്ടമുള്ള? ചിലപ്പോ കമ്പനിയിൽ ഒഫീഷ്യലി ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ നേരിട്ട് പോകില്ലായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ കുറെ പെർസെപ്ഷൻ ഗെയിമിന്റെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ കമ്പനിയിൽ കൊളാബറേഷൻ നടക്കുന്നുണ്ട്, കോമ്പറ്റീഷൻ ഏറ്റവും ബെസ്റ്റ്. പിന്നെ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോ ബ്രേക്ക് ചെയ്യാത്ത രീതിയിലുള്ള കൊളാബറേഷൻ. പക്ഷെ അത് മിത്രങ്ങളുടെ ഇടയിലും ഇവരുടെ ഇടയിലും ഒക്കെ കൊണ്ടായാലും എന്ത് പറ്റും? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്ന്. അതിപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ശരത്ത്, അപ്പൊ ഞാൻ നിങ്ങളുടെ നിന്നാണ് ഞാൻ പലതും പഠിക്കണേ. അപ്പൊ ആൾക്കാർ പറയും, അതിപ്പോ ആർക്കാ ബ്രെയിൻ പൂൾ ചെയ്യാൻ പറ്റാത്തതെന്ന്. നിങ്ങളോട് എന്താ പറയുന്നത് അറിയാം? അയാളുടെ കൂടെ നടന്നിട്ടില്ല നിങ്ങൾ ഡയലോഗ് പഠിക്കണേന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തെന്ന് അവര് പറഞ്ഞേ. അപ്പൊ ഞാനൊരു 10 വിഷയത്തിൽ 10 പേരെടുത്ത് സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്താൽ ഞാനായിരിക്കും അവിടുത്തെ ഏറ്റവും സ്മാർട്ടസ്റ്റ് കൈ, വെൻ യു ടേക്ക് ദ കോമ്പിനേഷൻ സ്കിൽ. അപ്പൊ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അത് ഞാൻ മറ്റേ സ്റ്റാർട്ട് തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട് എന്താ സ്ട്രാറ്റജി? ഇല്ല, ഐ വാണ്ട് ടു ബിക്കം എ മില്യണർ ആൻഡ് ഐ വാണ്ട് ടു മേക്ക് പീപ്പിൾ അറൌണ്ട് മീ ബില്യണേഴ്സ്. 10 വരെ ഞാൻ ബില്യണർ ആയി കഴിഞ്ഞാൽ ഓരോരുത്തരും എനിക്ക് 100 മില്യൺ തന്നാൻ വരെ പാർട്ട്ണർഷിപ്പ്. എനിക്ക് എന്റെ 1 ബില്യൺ കിട്ടൂലേ? അല്ല, ഇഫ് അറ്റ് ഓൾ വി ഗെറ്റ് ഇറ്റ്. അപ്പൊ കോമ്പിനേഷൻ സ്കില്ലിന്റെ പവർ കൂടി കിട്ടിയാ കൂടുതൽ സ്ഥലത്ത് നിങ്ങൾ സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ നമ്മൾ സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്യുന്നു എന്ന് പറയുന്നു, ഒരു ബിസിനസ് ഗോളിന് വേണ്ടി ചെയ്തൂടെ? ഇന്റലക്ച്വൽ ഫീറ്റിന് വേണ്ടി ചെയ്യണമെന്നില്ല, അത് ചെയ്തൂടെ? ഓക്കെ, അത് നമ്മളെ ഗ്രോ ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതല്ലേ ഇന്റലക്ച്വൽ ഫീറ്റ് എന്ന് പറഞ്ഞാൽ. ഇന്റലക്ച്വൽ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇപ്പൊ ഫോർ സം റീസൺ എനിക്ക് ഇപ്പൊ മൊബൈലില് എനിക്ക് പെട്ടെന്ന് കുറെ ക്വിക്ക് ഇൻഫർമേഷൻ വേണം. അപ്പൊ ഞാൻ പോയി റിസർച്ച് നടത്തുന്നതിനേക്കാളും ഭേദം ഞാൻ നിങ്ങളോടും പിന്നെ എനിക്കറിയാവുന്ന 2-3 പേരോട് ചോദിച്ച് ഒരു മോഡൽ ഉണ്ടാക്കി ഏതെങ്കിലും ഒരാളെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് അയാളുടെ സാധനം വെച്ചിട്ട് നമ്മൾ നമ്മുടെ യുക്തി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ എൻഗേജ്മെന്റ് ഡ്രൈവ് ചെയ്യുകയോ എല്ലാം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്ത് അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ക്യൂറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പല ഓപ്പർച്യൂണിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യും. മറ്റേത് എങ്ങനെ പറ്റുക? നിങ്ങൾക്ക് ടൈമില്ലല്ലോ എല്ലാം പഠിക്കാൻ. അപ്പൊ പഠിക്കാന്ന് പറഞ്ഞപ്പോ പഠനത്തിന്റെ ഒരു ബോട്ടം അപ്പ് പഠിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല, ടോപ്പ് ഡൗൺ പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവും. കാരണം ടോപ്പ് ഡൗൺ പഠിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? അയാൾക്കൊരു മോഡലോ സിസ്റ്റമോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് ലോജിക്കലി ആൻഡ് എംപെരിക്കലി ഗ്രൗണ്ട് ചെയ്യും അയാൾ പാസ്റ്റ് ആയിട്ട് ചെയ്ത സാധനങ്ങൾ. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി യു ഗെറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് സിസ്റ്റം. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം ചെയ്യുന്നതിൽ എന്താ തടസ്സമുള്ളത്? ഏതാ അതായത് നമ്മുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലല്ലോ. അതുകൊണ്ടല്ല
ആ പറഞ്ഞ വ്യക്തിയുമായിട്ട് നമുക്ക് സെക്കൻഡ് ബിഡിൽ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഇത് വന്നത്. അങ്ങനെയല്ല, ഇതിന്റെ ഉള്ളിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വി മൈൻഡ് സെറ്റ് ആണോ ഐ മൈൻഡ് സെറ്റ് ആണോ ഉള്ളത്? നിങ്ങൾ പൊളിറ്റിക്കലി പറയരുത് ട്ടോ, ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി പറയരുത്. വി മൈൻഡ് സെറ്റ് ആണോ ഐ മൈൻഡ് സെറ്റ് ആണോ? വി മൈൻഡ് സെറ്റ് ആണോ ഐ മൈൻഡ് സെറ്റ് ആണോ ആ, വി മൈൻഡ് സെറ്റ് ആണ് ഐഡിയൽ, പക്ഷെ മിക്ക ആൾക്കാരും ഐ മൈൻഡ് സെറ്റ് എടുക്കുന്നത്. കാരണം ഇനിയിപ്പോ വി മൈൻഡ് സെറ്റ് ആണെന്ന് പറയുമെങ്കിൽ അവരത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ വി മൈൻഡ് സെറ്റ് വേണ്ടതിന്റെ ആവശ്യം പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ആഴ്ച വന്നു, ഒരാൾ പഠിച്ചിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യോ, കുറെ ആൾക്കാർ പാരലലി പഠിച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കോമ്പറ്റൻസ് ബിൽഡ് ചെയ്യും. അപ്പൊ വി മൈൻഡ് സെറ്റിൽ അത് പറ്റുമോ? അതാണ് എന്റെ കാര്യം. അപ്പൊ അതിപ്പോ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു വി എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ മാസ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വന്നാലേ അവിടെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, എന്തെങ്കിലും കാര്യമായിട്ട് നടക്കുള്ളൂ, എന്തെങ്കിലും കൊളാറ്ററൽ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പൊ ഒരാൾ മാത്രം കമ്പൈലർ പഠിച്ചിട്ട് അവിടെ തന്നെ ഒരുമിച്ചുണ്ടാവും. കുറെ ആൾക്കാർ കമ്പൈലർ കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയ സാധനങ്ങൾ എമർജ് ചെയ്യും. അതിപ്പോ ട്രൂ ഫോർ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, മറ്റേ എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ്, .NET, ജാവ, എന്ത് പ്ലാറ്റ്ഫോം എടുത്തു. ഇവിടെ കിട്ടിയോ? അപ്പൊ ആ ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ChatGPT വന്നപ്പോ ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതിനു മുമ്പ് കുറെ ആൾക്കാർ പറയും നിനക്ക് .NET പണ്ടം കണ്ട് ചെയ്തതല്ലേ, ഇപ്പൊ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഞാനൊക്കെ സ്ഥിരം ചെയ്യണമെന്ന് പറയും. മനസ്സിലായോ? പക്ഷെ ഞാൻ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നീ കസ്റ്റം ആട്രിബ്യൂട്ട് എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയിട്ടുണ്ടാവില്ല. ഇൻവോക്ക് പഠിച്ചിട്ടുണ്ടോ? അതുണ്ടാവില്ല. അൺസേഫ് ബ്ലോക്ക് അറിയാവോ? അതുണ്ടാവില്ല. മറ്റേ ഈ എന്താ പറയാ കോമൻ ഡ്രോപ്പ് അറിയാവോ? അത് അറിഞ്ഞൂടാ. റിഫ്ലക്ഷൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നോക്കുമ്പോ എന്താ വെച്ചാല്, ഈവൻ ദോ ഐ എം നോട്ട് ഡൂയിങ് C# ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഉള്ള അഡ്വാൻസ് നോളജ് ഉള്ളവനത് പറയാണ്, എനിക്ക് മനസ്സിലാകാം. ഉള്ളവനത് പറയൂല. ഇനി ഇപ്പൊ പ്ലേയിങ് സെക്കൻഡ് ബിഡിൽ അല്ലാണ്ട് നിങ്ങൾക്ക് ചില നോളജ് കിട്ടാൻ വഴിയില്ലെങ്കിലോ? ഇപ്പൊ നെറ്റില് നോളജ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ നമ്മളെ എല്ലാം നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് മിക്കതും ഫിഗർ ഔട്ട് ചെയ്തെടുക്കുന്നതല്ലേ. ആ ഫിഗർ ഔട്ട് ചെയ്തെടുക്കാനുള്ള കോസ്റ്റിനുള്ള ബെനിഫിറ്റ് കിട്ടാറുണ്ടോ? അതിലും ഇത് ആരെങ്കിലും ഫിഗർ ഔട്ട് ചെയ്തെടുത്തിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതല്ല അത്. അപ്പൊ അയാൾ നിങ്ങളുടെ അടുത്ത് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഇന്റേണൽ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അത് ഫെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാനാ. എക്സലൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുള്ളവരായിട്ട് കമ്പീറ്റ് ചെയ്യണം. അല്ല മറ്റേ നമ്മുടെ അപ്പൊ ഈ കോമ്പറ്റീഷൻ എവരിവെയർ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പൊ നമ്മളുള്ളിൽ തമ്മിൽ ഇത് ചെയ്തിട്ട് നമ്മള് ഔട്ട് ഓഫ് ഗ്രൂപ്പ് ആൾക്കാരായിട്ട് കമ്പീറ്റ് ചെയ്താൽ പോരെ. ഇൻ ഗ്രൂപ്പ് കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ മെയിൻ പ്രശ്നം. ഇപ്പൊ കാശുള്ളവർ എന്ത് ചെയ്യും? കൂടുതൽ ടീമിനെ ഉണ്ടാക്കും, സെയിം വർക്ക് തന്നെ 2 ടീമിന് കൊടുക്കും. അങ്ങനെയൊക്കെ ദേ ഹാവ് ഗോട്ട് देयर ഓൺ റിസ്ക് മിറ്റിഗേഷൻ പ്ലാൻസ് അല്ലേ. അപ്പൊ നമ്മളല്ലേ ലൂസർ. അത് വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ നോളജ് ആണ് ഹൈഡ് ചെയ്യേണ്ടത്, പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ ആണ് ഹൈഡ് ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ അല്ലേ? അതെ. പക്ഷെ മിക്കവരും നോളജ് ഹൈഡ് ചെയ്യാൻ നോക്കും, അവന് കൈ കിട്ടിയ പണിയാ. അല്ല ചില സ്ഥലത്ത് അതിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങക്ക് 0 to 50 സ്കെയിലില് നിങ്ങൾക്ക് ഒരു കാര്യം 25 അറിയാം. 15 ആളും പോലും നിങ്ങൾക്ക് ത്രെട്ട് ആവാം. നിങ്ങളുടെ അവിടുത്തെ ബേസ് റേറ്റ് 10 കിലോ ആണെങ്കിൽ. ഏതാ
നമ്മള് ഓൾട്ടർനേറ്റീവ്സോ അല്ലെങ്കിൽ അവർ കൊളാബറേറ്റ് ചെയ്യണ ഇത് കണ്ടില്ലെങ്കിൽ അത് ത്രെറ്റ് ആവാം. അല്ലെ? അതെ അതെ. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു യുണീക്ക് സ്കില്ലായിട്ട് വന്നിട്ട്, കാരണം നിങ്ങൾക്ക് ആ സ്കിൽ അക്യൂർ ചെയ്യുന്നത് എർഗണോമിക്കൽ അല്ലാന്ന് വിചാരിക്കാം. അയാൾ വന്ന് ഇങ്ങനെ നിങ്ങളെ മെയിൻ ചെയ്യുക, എന്ത് ചെയ്യും? കോണ്ടെക്സ്റ്റിൽ റിലവന്റ് ആക്ഷൻ എടുത്തിട്ട് അയാളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ റെപ്യൂട്ടേഷൻ ആംഗിൾ ഉണ്ട്, അവിടെ സ്റ്റാറ്റസ് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് വരിക. അതായത് ഫസ്റ്റ് അയാളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് അയാളെ പീസ് ചെയ്യുക, ആ കൊള്ളാം, അത് അത് പറ്റില്ലെങ്കിൽ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ തലക്കെട്ടടിക്കുക. മനസ്സിലായ? പ്രീത്തെ, അല്ലെങ്കിൽ മൂലച്യുതി ഉണ്ടാവില്ലേ? കാരണം നമ്മള് ഹെവി ഹാൻഡഡ് ആയ എന്ത് ചെയ്യും? വേണ്ട റിറ്റാലിയേഷൻ അല്ലേ കൊടുക്കാവൂ. ഹെവി ഹാൻഡഡ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് ആദ്യം തന്നെ കയറി അവനടിച്ച് നശിപ്പിച്ച പ്രശ്നമാവില്ലേ? അതുകൊണ്ട് നമുക്ക് പവർ ഉണ്ടെങ്കിൽ അല്ലേ? പവർ വേണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങക്ക് ഒരാളെ മലയം ചെയ്യാൻ പറ്റില്ല, സമയം വേണം. അയാളുടെ ഒരു ഫലസി കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഒറ്റക്ക് റൺ കൊടുത്താൽ വരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ വരെ അറ്റ് ടൈംസ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെന്ന് വെച്ചാൽ അവിടെ മൂല്യച്യുതി ഉണ്ടാവും. അത് നിങ്ങളെ തന്നെ അത് എഫക്ട് ചെയ്യും. പിന്നെ യു വിൽ ഫീൽ ദാറ്റ് യു കൻ ഗെറ്റ് അവേ വിത്ത് എനി കൈൻഡ് ഓഫ് നോൺസെൻസ്. അപ്പൊ ഈ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യുമ്പോഴും, ഇപ്പൊ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ എന്ന് ഞാൻ ഇട്ട് തന്നതെന്ന് വെച്ചാൽ ഞാൻ ചർച്ച ചെയ്യുന്ന വന്ന എപ്പോഴും നമുക്ക് സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാൻ പറ്റൂല. അറ്റ് സം പോയിന്റ് ഇൻ ടൈം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോകാൾഡ് മാസ്റ്റർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ മാസ്റ്റർ അല്ലെങ്കിൽ ലീഡർ വിൽ ബി ഇൻ എ പൊസിഷൻ ഓഫ് കോംപ്രമൈസിങ് പൊസിഷനിലെത്തും, വീക്ക് ആവും. മനസ്സിലായില്ലേ? സി വൺസ് ഇപ്പോ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോ, ഇപ്പൊ നമ്മളൊരു പുതിയ സെറ്റ് ഓഫ് മീംസും മോഡൽസും ഓണ്ടോളജി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഷോർട്ട് റണ്ണിൽ ഒരു എഡ്ജ് കിട്ടും, ഒരു കപ്പിൾ ഓഫ് വീക്സ് മന്ത്. വൺസ് പീപ്പിൾ ക്യാച്ച് അപ്പ് വിത്ത് യുവർ കൈൻഡ് ഓഫ് കൺവെർസേഷൻ ആൻഡ് ഓൾ, ദേ വിൽ ആക്ച്വലി എമുലേറ്റ് യു വെരി ഫാസ്റ്റ് അല്ലേ? അത് ഇടയ്ക്ക് ട്രാപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണ്ടോളജിക്കൽ അപ്രോച്ചിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊസീജറൽ ലെവലുണ്ട്, അതിന്റെ മുകളിൽ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ട്, അതിന്റെ മുകളിൽ ഒരു കൺസെപ്റ്റൽ ലെവലുണ്ട്, അതിന് ഓണ്ടോളജിക്കൽ ലെവൽ എന്ന് വിളിക്കാം. അതിന്റെ മുകളിൽ ഒരു സിസ്റ്റം ലെവലുണ്ട്, അതിന്റെ മുകളിൽ മോഡലുണ്ട്, പിന്നെ സ്കീമാറ്റിക് അല്ലെങ്കിൽ മെറ്റാ മോഡലുണ്ട്, അതിന്റെ മുകളിൽ ഫോർമൽ മോഡലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരാളെ ഒരു പർട്ടിക്കുലർ ഓണ്ടോളജിക്കൽ സ്പേസിൽ നിന്ന് സിസ്റ്റം ലെവൽ വരെ കൊണ്ടുപോയി നിങ്ങളുടെ മോഡലും മെറ്റാ മോഡലും ഫോർമൽ മോഡൽസ് കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ then you are at an advantage. കാരണം he is not at home with the current level of abstraction itself. മനസ്സിലായില്ലേ? അതായത് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാന്ന് പറയും. മനസ്സിലായോ? കാരണം മിക്ക പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റും വിവരക്കേടിന്നാ വരുന്നത്. അപ്പോ ഒരാളെ സെൽഫ് അവെയർ ആക്കി കഴിഞ്ഞാൽ കുറെ ആൾക്കാരുടെ കാറ്റൂരി വിടാം. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, അതിനെ പോസിറ്റീവ് പാരാന്നാണ് ഞാൻ വിളിക്കണേ. അപ്പൊ ഇപ്പൊ മാലാഫീഡ ഇന്റൻഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ലീഗൽ ടേംസിൽ പറഞ്ഞ ഒരു ഈ റോങ് ലെവലിൽ അപ്രോച്ച് ചെയ്തത് തന്നെ. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഗോളും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എൻവയോൺമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ട്വീക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. അതാണ്. പിന്നെ നോളജ് എക്സ്പ്ലോഷനും ഹൗ ടു ഗ്രാപ്പിൾ വിത്ത് ഇറ്റ്, അവിടെയും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് ആനക്ഡോട്ട്സ് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു കമ്പനിയിൽ സൊല്യൂഷൻ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കിഡ്ലൻ കക്ഷി വന്നു. ഞാൻ പേര് പറയണില്ല. കിഡ്ലൻ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹി ഹാസ് ഗോട്ട് എ സ്ട്രാറ്റജി വിച്ച് നൺ ഓഫ് us had. മനസ്സിലായോ?
പുള്ളി അന്ന് പുള്ളി അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലൊന്നും ആയിരുന്നില്ല ശ്രീധേ, മനസ്സിലായ? ഹലോ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന അപ്പൊ നമുക്ക് വേണമെങ്കിൽ അയാളെ പൊളിറ്റിക്കലി ഇഗ്നോർ ചെയ്തൂടെ? നമ്മൾ അയാളായിട്ടൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായി കാണേണ്ട ആവശ്യം പോലും ഇല്ല, മനസ്സിലായ? അപ്പൊ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും നിന്ന് കേൾക്കുന്നു ഹീസ് എ വെരി സ്മാർട്ട് ഗൈ എന്ന്. അപ്പോ രണ്ട് പ്രശ്നമുണ്ട് അവിടെ. അയാളായിട്ടുള്ള എൻകൗണ്ടർ ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചോടി എന്ന് പറയും അവിടെ. ഇനി അയാളായിട്ടുള്ള എൻകൗണ്ടർ ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. അതായത് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ പോകും നിങ്ങളുടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ ഫോർ സം റീസൺ ഞാനും പുള്ളിയും തമ്മിൽ എൻകൗണ്ടർ ഡിലേഡ് ആയി. അപ്പോഴേക്കും അപ്പൊ ഇപ്പൊ ഞാനും പുള്ളിയുടെ ഇടയിൽ വേറൊരു പുള്ളിയുണ്ട്. അങ്ങേരെ ഇങ്ങനെ അടിച്ചു എന്നുള്ള ഒരു കഥയും വന്നു. അപ്പൊ പിന്നെ അടുത്ത കൂടെ എനിക്ക് ഇയാൾ എന്നെ അടിക്കുക എന്നുള്ളതാണ് ഇരിക്കുമല്ലോ അവിടുത്തെ പെർസെപ്ഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അപ്പൊ എന്റെ ഇടയ്ക്ക് ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പഴി വെച്ചാൽ പുള്ളി പാണം പാട്ട് പാടും. പുള്ളി ശ്രീത്തിനോടൊന്ന് പറയും, പൈന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളി ശ്രീത്തൊന്നും വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയും. അപ്പൊ ശ്രീത്ത് വിചാരിക്കും എന്ത് പറഞ്ഞടാ എന്നായിരിക്കും. എന്നോടൊന്ന് പറയും, ശ്രീജിത്ത് പുള്ളിയെടുത്തൊന്നും നിങ്ങൾക്ക് നടക്കാന്ന് പറയും. പുള്ളി കിടലിന തോട്ട് വർക്ക്സ് ഇറക്കണം, ഞങ്ങൾക്ക് 100 വട്ടായിരുന്നു പറയും. ആരോ എന്തിനോ നമുക്ക് നോക്കണം. പുള്ളി അഭൂതപൂർവമായ കഴിവാണ് പുള്ളിക്ക് ആൾക്കാരെ ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കാൻ, മനസ്സിലായോ ഞങ്ങൾക്ക്? അപ്പൊ അയാൾ തന്നെയാണ് ഇയാളെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാനൊരു 1.5 മണിക്കൂർ ആ കൺവെർസേഷൻ കേട്ടോണ്ടിരുന്നു. ഞാൻ പതുക്കെ ചെറുതായിട്ടൊന്ന് റിഫ്ലക്ട് ചെയ്തു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു മെടുക്കൻ കക്ഷിയാണ്, കുറെ കാര്യങ്ങൾ അറിയാൻ പുള്ളിക്ക്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു തിയറി ഉണ്ടാക്കി, തിയറി ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ആ കമ്പനിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 7 പെർസ്പെക്റ്റീവ് വേണം. എന്റെ കയ്യിൽ അവിടുത്തെ 2 ഉള്ളൂ. എന്റെ സ്ഥാനത്ത് അയാളുടെ കയ്യിൽ 5 ഉണ്ട്. അപ്പൊ അയാളല്ലേ കോണ്ടെക്സ്റ്റൽ നാച്ചുറൽ ഫിറ്റ് അവിടെ ആണോ? അപ്പൊ ഞാൻ എന്താ വെച്ചാല് അതിലെ പുള്ളിയുടെ വെക്ടേഴ്സ് ഏതാന്ന് കണ്ടുപിടിച്ച് പുള്ളിയുടെ ബ്ലോഗ് റോളൊക്കെ വാങ്ങിച്ച് ഒരു 3 months കഴിഞ്ഞപ്പോ ന്യൂട്രലൈസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായ. പക്ഷെ ഈ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഫെയർ കോമ്പറ്റീഷൻ കൊടുക്കണം. കാരണം നമ്മൾ അയാളുടെ അവിടെ കമ്പീറ്റ് ചെയ്യണം. ഇപ്പൊ അയാളുടെ 3 സ്കില്ലുണ്ട്, എനിക്ക് വേറെ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ മനസ്സിലായില്ല, നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോ നമ്മുടെ എതിരാളിയുടെ കോർ കോമ്പറ്റൻസിനെതിരെ ഫൈറ്റ് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് വെറുതെ ഇലൂഷൻ ഓഫ് കോമ്പറ്റൻസ് കിട്ടുള്ളൂ, നിങ്ങൾക്ക് വഴിയിലൊന്നും കിട്ടൂലെന്ന്. അപ്പൊ അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് പിന്നെ ഒന്നും ചെയ്തില്ല ഞാൻ. കാരണം ഐ ഡിഡ്ന്റ് ചേഞ്ച് മൈ ബിഹേവിയർ. ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്തില്ല. പക്ഷെ എന്തൊക്കെയെന്ന് വെച്ചാല് പുള്ളിക്ക് മറ്റേത് ഫീൽ ചെയ്യാൻ തുടങ്ങി, കോമ്പറ്റീഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി, മനസ്സിലായില്ലേ? കാരണം അപ്പൊ അതിനിടയ്ക്ക് ഒരു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം വന്നപ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്തു. അപ്പൊ പുള്ളി ഒരു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ ബുക്ക് വാങ്ങിക്കാൻ പോയി എന്നുള്ള കഥയൊക്കെ അവിടെ സ്പ്രെഡ് ആയി. ഇതൊക്കെ മനസ്സിലായ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി സ്ഥിരം എന്നെ ഇങ്ങനെ അടിക്കാൻ നോക്കുക. അപ്പൊ ഈ പറഞ്ഞ പാണം പാട്ട് പാടണമെന്ന് തന്നെ പറഞ്ഞു. പയ്യോടൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, ബുക്കൊക്കെ വായിച്ച് കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്ത് സംസാരിക്കണം, അപ്പൊ സൂക്ഷിച്ച് സംസാരിക്കണം. അങ്ങനെ പുള്ളി നിർത്തിയത്, മനസ്സിലായില്ലേ? ഇറ്റ് വാസ് എ 9 months പ്രോസസ്. അത് അവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മള് സ്പീക്കർ സർക്യൂട്ടിലും വരും അത്, ഈ ടൈപ്പ്, മനസ്സിലായില്ലേ? പീപ്പിൾ ഹു ഹാവ് ഗോട്ട് എ വെരി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഫ്രം യു. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഫ്രണ്ട് ലൈനിൽ നിന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫൺ കണ്ടാൽ മതി. അപ്പോ ആ സെക്കൻഡ് പിഡിൽ പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ഒരു മാലാഫിയുടെ ഇന്റൻഷൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഒരു മെയിൻ പ്രശ്നം എന്താണ്? ജൂറീസ് ഔട്ട് ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം അല്ല. അത് സമ്മതിക്കണ്ടോ?
അതായത് ജഡ്ജ് അവിടെ ഉള്ളവര് ജഡ്ജിനത് വിവരമില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ആ റെപ്യൂട്ടേഷൻ പെർസെപ്ഷൻ ഗെയിം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരാൾ എക്സ്പെർട്ട് ആണോ എന്നുള്ളത്. മനസ്സിലായോ? അല്ല അതേമാതിരി വേറൊരു ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രസീജി. അപ്പൊ ഇവിടെ സെക്കൻഡ് ഫിഡിൽ എന്നുള്ള അത് ഒന്ന് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രസീജി ആ ഇനീഷ്യൽ ഫേസില് ആളുടെ വെക്ടേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ ആള് ലിസൺ ചെയ്തതാണോ ഒരു സെക്കൻഡ് ഫിഡിൽ? അതെ അതെ, സെക്കൻഡ് ഫിഡിൽ അല്ല. അപ്പൊ ഹ്യൂജ് നമ്പർ. എല്ലാ തിങ്കളാഴ്ചയും ആ കമ്പനിയിലൊരു മീറ്റിംഗ് വരാറുണ്ട്. അപ്പൊ ആ മീറ്റിംഗിൽ ഞാൻ ഐ യൂസ് ടു ഡു മെജോറിറ്റി ഓഫ് ദി എന്താ പറയാ മ്യൂസിക്സ്. പെട്ടെന്ന് ഞാൻ മനഃപൂർവ്വം പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ്സിലെ മീറ്റിംഗ് വെച്ച്, എന്നിട്ട് ഞാൻ തുടങ്ങും, എന്നിട്ട് പുള്ളിക്ക് എടുത്ത് കൊടുക്കും. പുള്ളി കാത്തിച്ചോടും അടുത്ത 45 മിനിറ്റ്. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ മറ്റു പണത് മറ്റേ പുള്ളി മറ്റേ പൈന അടിച്ചു എന്നൊക്കെയുള്ള ന്യൂസ് ഒക്കെ വന്നു തുടങ്ങി. നിങ്ങക്ക് മനസ്സിലായ? അപ്പൊ ഇത് കാരണം ഇപ്പൊ എന്തോരം ഞാൻ ഇത് 2008-10 കാലഘട്ടം പറയണേ. മനസ്സിലായോ? അപ്പൊ പിന്നെ എന്ന് വെച്ചാല് അല്ല, ഇത് ഭയങ്കര ഇതിന്റെ ഒരു ഡേഞ്ചർ എന്താണെന്നറിയോ? നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ മുമ്പിലുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് പോകുന്നു. ഇതൊരു ഡേഞ്ചറസ് ടൂളാണ്. നമ്മുടെ കോൺഫിഡൻസ് പോകുന്നതാണോ അതോ നമ്മളാണ്? നമുക്ക് ഈ ഫിനോമിന അറിയാലോ. ഈ ഗെയിം എന്താണെന്നറിയാം. ഈ ഗെയിം എന്താണെന്ന് അറിയാത്തവരെന്ത് ചെയ്യും? മനസ്സിലായില്ലേ? ഇപ്പൊ മോണാർക്ക് ഓഫ് ആൾ ഹി സർവേഡ് എന്ന് പറയും. ചില ആൾക്കാര് വരുന്ന പാത്തിൽ അവരാണ് മോണാർക്ക്. അവരൊരു കൗണ്ടർ ഒപ്പീനിയൻ ചിലപ്പോ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? അല്ല, ഇത് കൂടുതൽ നടക്കുന്നത് എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി? കാരണം അവിടെ ടെക്നിക്കൽ നോളജ് അല്ലല്ലോ കൂടുതൽ. എങ്ങനെ ഷിപ്പ് ചെയ്യണം, അതൊക്കെയാണ് അതിന്റെ അവിടുത്തെ പ്രോബ്ലം. അപ്പൊ എന്ത് ചെയ്യും? മനസ്സിലായ? അല്ല, അത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ബിസിനസ് മാത്രം അറിഞ്ഞാൽ പോരാ, നല്ല ടെക്നോളജി വേണം. ഇനിയിപ്പോ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കൺസ്യൂമർ ക്ലാസ് ടെക്നോളജിസ്റ്റ് ആയ പോരാ, ഒരു പ്രൊവൈഡർ ക്ലാസ് ടെക്നോളജിസ്റ്റ് ആണ്. ഇനിയിപ്പോ പ്രൊവൈഡർ ക്ലാസ് ടെക്നോളജിസ്റ്റ് ആണെങ്കിലോ നിങ്ങൾക്ക് മറ്റേ മിഡിൽ വെയറിനെ കുറിച്ച് അറിയണം. മിഡിൽ വെയർ ആണെങ്കിലോ നല്ല സിസ്റ്റം സോഫ്റ്റ്വെയർ നോളജ് വേണം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആവണമെങ്കിലോ നല്ല ഫേം വെയർ നോളജ് വേണം. ഫേം വെയർ ആവണമെങ്കിലോ നല്ല ഹാർഡ്വെയർ നോളജ് വേണം. ഹാർഡ്വെയർ നോളജ് വേണമെങ്കിലോ നല്ല ഇലക്ട്രോണിക്സ് നോളജ് വേണം. എവിടെ കിട്ടിയ പ്രശ്നം? തൊട്ട് മുമ്പത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് റീസൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ആഫ്റ്റർ 5 years നിങ്ങൾ നിങ്ങളുടെ റീസണിങ് കപ്പാസിറ്റിക്ക് വേണ്ടി ആൾക്കാർ നിങ്ങളെ ഹയർ ചെയ്യുക. മനസ്സിലായ? അത് വരുമ്പോ എന്ത് ചെയ്യും? അല്ല, അത് റീസണിങ് കപ്പാസിറ്റി ഹയർ വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണോ? അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് റീസണിങ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാതെ പറ്റുമോ? നിങ്ങൾക്ക് എന്തോരം നോക്കാൻ പറ്റും. പക്ഷേ പാസീവ്ലി നിങ്ങൾക്ക് തൊട്ടടുത്ത കൺവേഴ്സേഷനിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് കിട്ടാവുന്ന ഇപ്പൊ മെഷീൻ ലേണിംഗ് നിങ്ങൾക്ക് പഠിക്കണം. എല്ലാം സ്ക്രാച്ച് ചെയ്ത് പഠിക്കാൻ ടൈം എടുക്കും. ആൾക്കാരൊക്കെ ഒരു ഡെക്കേഡായിട്ട് പഠിക്കണം. പക്ഷെ പെട്ടെന്ന് ഒരു ജംപ് സ്റ്റാർട്ട് ഇത് വേണമെന്ന് വെച്ചാൽ ഒരു ജംപ് സ്റ്റാർട്ട് ലേണിംഗ് ചെയ്യണതാണ് നല്ലത്. യു കളക്ട് എനഫ് ഇൻഫർമേഷൻ ബൈ ടോക്കിംഗ് ടു പീപ്പിൾ ആൻഡ് മേക്ക് ആൻ എഡ്യൂക്കേറ്റഡ് ഗസ് ആൻഡ് ഡു ഇറ്റ്. അതിപ്പോ എനി ഫീൽഡ് വിച്ച് ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ മോർ ദാൻ 5 years ഒരു ജംപ് സ്റ്റാർട്ട് ലേണിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എത്താൻ പാടില്ല. പിന്നെ അവിടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റീസണിങ്ങിലെ നിങ്ങളുടെ ഈ ലാഗിന് പ്രശ്നം ഉണ്ടാക്കുള്ളൂ, എഫക്റ്റീവ്നെസ്സിൽ ഉണ്ടാക്കില്ല. കാരണം അപ്പോഴേക്കും ടൂളൊക്കെ വന്നിട്ടുണ്ടാവും. ആദ്യത്തെ സെറ്റപ്പ് ആൾക്കാർ ടൂൾ ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പലപ്പോഴും കോണ്ടെക്സ്റ്റലി റെലവെന്റ് ആയിരിക്കണം എന്നില്ല അവരുടെ നോളജ്. പക്ഷെ റീസണിങ് ലെവലിൽ അവർ സ്പാറും. അപ്പൊ നിങ്ങൾ റീസണിങ് ലെവലിലും അവരുടെ ഒപ്പം എത്തണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു. ഇപ്പൊ ഞാൻ ന്യൂറൽ നെറ്റ്വർക്ക് ഓടിക്കാൻ വേണ്ടി നിതിൻ വർഗീസ് പുള്ളി എടുത്ത് സറണ്ടർ ചെയ്ത് പഠിച്ചു. മനസ്സിലായില്ലേ?
ഈവൻ നൗ പുള്ളിയേക്കാളും മെഷീൻ ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഇഫ് ഐ വാണ്ട് an advisory on okay how things work ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്യണം. എനിക്ക് അതിന്റെ ആ ഒരു ഇത് വേണ്ടല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ പ്ലേയിങ് സെക്കൻഡ് ഫിഡില് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാം, അതുകൊണ്ടാണ് അത് ചെയ്യാത്ത ആൾക്കാർ. മനസ്സിലായ? പക്ഷെ അവർക്ക് അതിന്റെ ഒരു ലേബലോ ആ ഫിനോമിന ഒരു കോമൺ ആണെന്നോ അത് മനുഷ്യ സഹജമായ വികാരമാണോ എന്നുള്ളത് പറയണതില്ല. അതൊരു ഇൻഡിവിജ്വലിന്റെ ട്രേറ്റ് ആണ്. ഞാൻ അങ്ങനെയൊക്കെ എനിക്കങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ, ഞാൻ ഭയങ്കര ഇതാന്നൊക്കെ പറയും. അതെങ്ങനെയാ അയാൾക്ക് മടിയിലാണ്ടിരിക്കണേ? അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈഗോ ഇല്ലാന്ന് പറഞ്ഞവര് എനിക്ക് ഫോൾസ് ഈഗോ ഇല്ലാന്ന് പറയുന്നതാണ് കറക്റ്റ്, ശരിയല്ലേ? എന്താ വ്യത്യാസം? നിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റൂല്ലോ. ഇവിടെ കിട്ടിയ നല്ല ഈഗോ ഉണ്ടല്ലോ. അപ്പൊ ഈ കുറെ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഭയങ്കര ഫെയറാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫെയർ, ശരിയാണോ? അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ ആദ്യം തന്നെ പ്ലേയിങ് ദ സെക്കൻഡ് ഫിഡിൽ എന്താ വെച്ചാൽ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അതിന്റെ ആവശ്യമുണ്ടെന്ന്. മനസ്സിലായോ? ഈ സെക്കൻഡ് ഫിഡിലിന് എന്താ പറയാ, രണ്ടാം ഊഴം എന്ന് പറയുന്നത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. അതെന്താന്ന് കണ്ടുപിടിക്കണ ഒരു വാക്ക്. അപ്പൊ ഈ പല നല്ല പെർഫോമൻസ് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അതോറിറ്റി കിട്ടില്ലേ അങ്ങോട്ട് പോവില്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നം വെച്ചാല് ശരിയാണ്, ചിലപ്പോൾ അതോറിറ്റി കിട്ടും, അവിടെ പോകുമ്പോഴും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്നൊരു അണ്ടർഡോഗ് വന്നൂടെ? അണ്ടർഡോഗ് തന്നെ വേണമെന്നില്ല, ഒരു ടോർപീഡോ വരാം സൈഡിൽ നിന്ന്, അല്ലേ? മിക്കവാറും സംഭവിക്കണേ എന്താന്ന് വെച്ചാല് ഈ വരുന്ന ടോർപീഡോ ഒരു 6 മാസം 9 മാസം കോപ്രായം കാണിച്ച് അവിടെ നിന്ന് പോവുമായിരിക്കും. പക്ഷെ അയാളുടെ ആ സ്റ്റേയുടെ കാലഘട്ടത്തിൽ ഒരു ഇനിഷ്യൽ ടൈമിലെങ്കിലും അയാളെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിലും സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യേണ്ടി വരും. അവിടെ ഫൈറ്റ് ചെയ്യാനും പറ്റില്ല, ഫ്ലൈറ്റും പറ്റില്ല. മനസ്സിലല്ലേ? പ്ലേ സെക്കൻഡ് ഫിഡിൽ. അപ്പൊ എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരാള് വന്നു, അയാൾ വന്ന് പറയണം, അയാൾ പറഞ്ഞ ഗ്രൗണ്ടിൽ നടക്കില്ല എന്നായിരിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പൊളിറ്റിക്കലി കറക്റ്റ് എൻവയോൺമെന്റില്. മനസ്സിലായല്ലേ? എല്ലാ എംപ്ലോയീസും തുല്യരൊന്നുമല്ല, പക്ഷെ എല്ലാ എംപ്ലോയീസും തുല്യരാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളിലേക്ക് കടപ്പെടുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഈ ഒരു പ്രോബ്ലം പലപ്പോഴും ഉണ്ട്. സോഫാറിലെ ഡിസ്കഷനിൽ നിന്ന് നിങ്ങളുടെ ടേക്ക് അവേ എന്താണ്? നമുക്ക് ഒരു പ്രൊഫഷണൽ ലൈഫിൽ ചിലപ്പോ ഒരു സെക്കൻഡ് ഫിഡിൽ എന്നുള്ളത് സൂക്ഷിച്ചു വേണം. പക്ഷെ അത് കമ്പനിയുടെ ഫ്ലോറിൽ നോളജ് അക്വിസിഷൻ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു നമ്മൾ ട്രാൻസാക്ഷൻ, അതായത് ഒരു ലാഭം നോക്കാതെ മുന്നോട്ട് പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, അങ്ങനെ ഉള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ മെച്ചൂരിറ്റി ഒക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന സബ്ജക്റ്റിലുള്ള മാറ്റർ എക്സ്പേർട്ട് ആയിട്ട് എൻഗേജ് ചെയ്യുന്നതാണ് ഇത്തിരി ബെറ്റർ. നമ്മുടെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത്. അതെ അല്ല, അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ നിങ്ങൾ തന്നെ പഠിക്കുകയാണെങ്കിൽ 1000 പേരുടെ മുമ്പിൽ ചിലപ്പോ സെക്കൻഡ് ഫിഡില് നിങ്ങൾ ഡെലിബറേറ്റ്ലി സെക്കൻഡ് ഫിഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ 3 പേരുടെ കീഴിൽ മതി. അപ്പൊ ഏതാ നല്ലത്? ചൂസ് ദ ഗുരു, അല്ലേ? പക്ഷെ അതൊരു പ്രശ്നമാണ്. എന്താ വെച്ചാലേ, ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾ ഇടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിണ്ടാതിരുന്നാൽ മതി, ആരും അറിയാൻ പോണില്ല. എന്താണ്ട് നിങ്ങൾ ഒരു ക്ലോസ് സർക്കിളിലോ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്നേക്കുമായിട്ടുള്ളൊരു അതൊരു ഗ്ലോബൽ ചമ്മല, കോൺട്രറി ടു പോപ്പുലർ തോട്ട്. മനസ്സിലായില്ലേ?
ഇന്റർവ്യൂവർ ലോക്കൽ ചമ്മല. ഇന്റർവ്യൂ ആയ നമ്മളും ആ പാനലിൽ വേറെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെക്രട്ടറി ഇരിപ്പുണ്ടെങ്കിൽ അറിയായിരിക്കും. ഒരു 10 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ മാനം പോകും. മനസ്സിലായി? അപ്പൊ അങ്ങനത്തെയൊക്കെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ ആൾക്കാർ പലതും അറ്റംപ്റ്റ് ചെയ്യാത്തത്. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ, അറ്റ് ആൻ ഇൻഫോർമൽ ലെവൽ വൈ കാൻഡ് യു play second fiddle to lot of people on one subject or many subject, and give credit to them when it is due. അപ്പൊ കുറച്ച് സന്മനസ് കിട്ടും. അപ്പൊ അതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു ഇപ്പൊ ഈ ഞാൻ സെക്കൻഡ് ഫിഡലിന്റെ വേറൊരു ഗ്രൂപ്പ് സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ മെഷീൻ ലേണിങ്ങിനെ ക്രിട്ടിക്ക് ചെയ്ത് നടക്കുമ്പോൾ USTയുടെ ഫ്ലോറിൽ വെച്ച് ഒരു പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എക്സ് എന്നുള്ള ഒരാളുണ്ട്, അയാളുടെ ഇന്ന് നല്ല ഇടി നിങ്ങൾ വാങ്ങിക്കും. അങ്ങനെയല്ല, വേറെ ആൾ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ആ എക്സ് ആയിട്ട് മീറ്റ് ചെയ്യാം, ആ എക്സ് ഇങ്ങൾക്ക് നല്ല ഇടി കൊടുക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ ശ്രീത്തെ? ഞാനൊരു കമ്പനിയില് ഒരു 3-4 പേരിരുന്ന് മെഷീൻ ലേണിങ്ങിനെ നിരാകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് പറയുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ പുള്ളി ബിയോട് പറയണേ, ആ എക്സ് ഉണ്ട്, ആ എക്സിന്റെ അടുത്ത് ഇങ്ങനെ വിടുക, ആ എക്സ് ഇങ്ങനെ ഇടിച്ച് നേരെ ആയിക്കോളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ അപ്പൊ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പുള്ളിയുണ്ട്, പുള്ളി ഒരു കമ്പനിയിലൊക്കെ വലിയ ടീമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പുള്ളിയെ കാണണമെന്ന് തോന്നി. മനസ്സിലായി? നമുക്ക് ബ്രെയിൻ പിക്ക് ചെയ്യാലോ. അപ്പൊ ഈ ഞാൻ അപ്പൊ വേറെ ആളെ വിളിച്ച് ഞാൻ ഇങ്ങനെ ആരെന്ന് വേറെ ബോർഡ്സ് കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്പർ കണ്ടുപിടിക്കണമല്ലോ ഇങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് നീ ആ നമ്പർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പോയി ഒരുത്തനോട് ചോദിച്ചപ്പോ നിനക്ക് എന്തിനാണ് അയാളുടെ നമ്പർ എന്ന് അയാളെ ചോദിച്ചു. ഏത് നമ്പറുള്ളത്? അല്ല അവിടെ പൈക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി എഴുതിയാണ്. അപ്പൊ മറ്റേ പൈക്ക് ഞാൻ നമ്പർ കൊടുക്കൊന്നുമില്ല, കാരണം മറ്റങ്ങേര് സ്വാത്വികനാണ്, പൈക്ക് ആൾക്കാരെ ചൊറിയുന്നു. അതെന്താ നീ എങ്ങനെ പറഞ്ഞു? അല്ല പുള്ളി മെഷീൻ ലേണിങ്ങിനെയൊക്കെ മറ്റേ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന്. അപ്പൊ അവൻ ചോദിച്ചേടാ മെഷീൻ ലേണിംഗ് ക്രിട്ടിസൈസ് ചെയ്യാൻ അയാളുടെ സ്വഭാവം ശരിയില്ലെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്പർ കിട്ടി. അപ്പൊ നമ്പർ കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഡയറക്റ്റ് വിളിക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കേമക്കിന്റെ ഒക്കെ ആളാണല്ലോ, ഞാൻ കേമക്കിന് ഇത് വേണമെന്ന് പറഞ്ഞു. ഏതാ മറ്റേ സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു. പുള്ളി ഈ പുള്ളിയുടെ കമ്പനിയുടെ നോൺ ഡിസ്പെർഷൻ അഗ്രിമെന്റ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ നടന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഇവന്റിന് പോയപ്പോ പുള്ളി കീനോട്ട് സ്പീക്കർ. ഓക്കെ, അടിപൊളി. എനിക്ക് കാര്യം മനസ്സിലായി, പുള്ളി കാര്യങ്ങൾ അറിയാന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? ഇമാര് പറഞ്ഞ കാര്യമല്ല, അങ്ങനെ കിടലൻ. അറ്റ്ലീസ്റ്റ് ഓക്കെ, ഹി ന്യൂ മോർ മെഷീൻ ലേണിംഗ് ദാൻ മീ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം, ഫോർ ഷുവർ. അപ്പൊ ഞാനതുകൊണ്ട് അന്ന് കുറെ പുള്ളിയായിട്ട് ഇങ്ങനെ കുറെ Q&A സമയത്ത് കുറെ ചോദ്യമൊക്കെ ചോദിച്ചു. പുള്ളി ഈ എന്താ പറയാ, എനിക്ക് ഒരു ഐഡിയ കിട്ടി പുള്ളി എന്താന്നുള്ളത്. അപ്പോഴും അതുകൊണ്ട് ഞാനൊരു US-നൊരു വിസിറ്റ് ഒക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ കൊച്ചിയിലൊരു മെഷീൻ ലേണിംഗ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതിലെനിക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഞാനാണെങ്കിൽ മെഷീൻ ലേണിങ്ങിന് ക്രിട്ടിക്ക് ചെയ്യുന്ന ആള്, മെഷീൻ ലേണിങ്ങിന്റെ അഫീഷ്യനായിട്ടാണ് അപ്പുറത്തിരിക്കണ ഇങ്ങനെ. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളവില്ലേ? ഞാനത് പറഞ്ഞ പോയില്ല. അതിന് വരെ ഞാൻ ശരത്തിനെ ഇവരെയൊക്കെ വിടാൻ നോക്കി. മനസ്സിലായില്ലേ? ഇവരെന്തോ 1-2 മീറ്റിങ്ങിന് പോയി. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഗ്രൂപ്പിന്റെ ഒരു പ്രസന്റേഷന് ഞാനും പോയിട്ട. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ചു കഴിയുമ്പോ ഒരു ഉത്തരം കിട്ടി, പ്രസന്റർ ഉത്തരം കിട്ടി. അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിച്ചപ്പോ എല്ലാവരും കൂടി ഇതൊന്നും അറിയാതെടാ നീ വന്നോണ്ടിരിക്കണേന്ന് ചോദിക്കണം എൻ്റെ അടുത്ത്. മനസ്സിലായി? ഇങ്ങനെയൊക്കെ നോക്കണം എന്നെ. അപ്പൊ അതിൽ നോക്കി ഒരുത്തനുണ്ട്, അവന്റെ പേര് ഞാൻ മയലെണ്ണാന്ന് പേരിട്ട്. എന്നുവെച്ചാൽ അവനൊരു മറ്റേ അവൻ തെലുങ്കനാന്ന് പിന്നെ മനസ്സിലായി.
അവനാണ് ഈ പരമപുച്ഛം എന്നോടും അവിടെ ഇരിക്കണവരോടും. മനസ്സിലായ? അപ്പൊ എനിക്ക് മനസ്സിലായി, ചേട്ടാ ഇവന്മാരെ ഇങ്ങനെ വിട്ടാൻ പറ്റൂല. ഇങ്ങനെ അതായത് ആരും ചലഞ്ച് ചെയ്യണ്ട ഇവന്മാരെ. നിങ്ങൾക്ക് മനസ്സിലായ? ഇന്ത്യക്കാരുടെ ഒരു ഗ്രൂപ്പും ഇങ്ങേരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, യൂസസ് ആൻഡ് അബ്യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സെഷൻ വെച്ച്. അതിനിടയ്ക്ക് ഇവര് കേമകിൽ വന്നു, ഈ ഗ്രൂപ്പ് വന്നിട്ട് കേമകിലുള്ള ആൾക്കാരെ കടിച്ചു നശിപ്പിച്ചു. അപ്പൊ കേമകിന്റെ അഭിമാനമൊക്കെ വേണ്ടി എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസസ് ആൻഡ് അബ്യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സെഷൻ വെച്ച്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ അനിയൻ ശബരിമല വിഭാഗത്തിൽ പോയി. കാരണം ആ സെഷനും അവിടെ നടന്നില്ല. പിന്നെ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ ഒരു സെഷൻ വെച്ചപ്പോ ഇങ്ങനെ വന്നു. അപ്പൊ അങ്ങേർക്ക് മനസ്സിലായി, നമുക്കും കാര്യങ്ങളൊക്കെ അറിയാം, കുറെ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ഒരു നല്ല റാപ്പോ ബിൽഡ് ചെയ്തു. അതായത് ഇറ്റ് ക്ലോസ് ടു 18 months. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്തിട്ടെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ ആരും റെസിസ്റ്റൻസ് ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങർക്ക്, ചോദിക്കണമൊന്നുമില്ല. കാരണം പുള്ളിക്ക് അതിനിടയ്ക്ക് ഒരു മനോജ് ചൗധരി എന്ന് പറഞ്ഞ ആളൊന്ന് സംസാരിച്ചു. അയാളും ഇങ്ങേരും തമ്മിൽ ഒരു 9 minute തർക്കം നടന്നു. മനസ്സിലായില്ലേ? ആ തർക്കം ഒരു അരമണിക്കൂർ കൂടി നീണ്ടുപോകാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം ഐ ലേൺ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ട്രാൻസ്ഫർ ലേണിംഗ്, മറ്റേ ജനറൽ അഡ്വൈസർ നെറ്റ്വർക്ക്, സാമിസ്റ്റ് നെറ്റ്വർക്ക്, യു നെയിം ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പിന്നെ അന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന നിതിൻ വർഗീസിനാണ് പിന്നെ ബിഫ്രണ്ട് ചെയ്ത് ഞാൻ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് ഈ ഡയറക്ട്ലി അല്ലെങ്കിലും കണക്ഷൻസ് ഉണ്ടാക്കിയിട്ടാണല്ലോ. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ പുള്ളി നമ്മുടെ പരിചയത്തിൽ കുറച്ചൊക്കെ പുള്ളിയുടെ കമ്പനിയിൽ ജോലി കിട്ടില്ലേ. അപ്പൊ ആ ഒരു ഇനിയിപ്പൊ അയാൾക്ക് നമ്മളൊക്കെ നോളജ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ഈ എക്സ്പേർട്സിനൊക്കെ അല്ല അതിൻ്റെ ഒരു ഫലസി ഉണ്ട്. അവരൊരു ലെവലില് എക്സ്പേർട്സ് ആയി കഴിഞ്ഞാല് പിന്നെ അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് സർട്ടൺ ട്രേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവർ എക്സ്പെർട്ട് ആയിരുന്നത്. അവരെ പാത്ത് അവർ മറക്കും. അപ്പൊ അവര് എന്നിട്ട് പുതിയ പുതിയ നറേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യണമായിരിക്കില്ല. അപ്പൊ നിങ്ങളിപ്പോ PhD ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏത് മെഷീൻ ലേണിംഗ് പഠിച്ചു എന്ന് ഒരാളോട് അവർ പറയും സ്പാർക്കിന്റെ കൂടെ ഞങ്ങള് GPUന്റെ ഒക്കെ കേർണൽസ് ഉപയോഗിക്കേണ്ടെന്ന്. അത് പറഞ്ഞു. അത് എല്ലാ എക്സ്പേർട്സും നമ്മുടെ നാട്ടിലുണ്ട്. അതെന്തോ ഒരു മനോരോഗം വരെ പറയാം. എനിക്കറിയാം അവരത് ചെയ്തിട്ടുള്ളതെന്ന്. കാരണം ഞാൻ കൂടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടയിൽ വർക്ക് ചെയ്തെടുത്തും കൂടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടില്ലെന്ന് എനിക്കറിയാൻ പറ്റൂല. കൂടയിൽ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഓപ്പൺ CLൽ വർക്ക് ചെയ്യാതെ പുള്ളിക്ക് C++ കേർണൽസ് എഴുതാൻ പറ്റൂല. ഇനി അതിനെ പൈത്തണോ മറ്റേ സാധനത്തിനോടോ റാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ജാവ വെച്ച് റാപ്പ് ചെയ്യണം. ജാവ വെച്ച് റാപ്പ് ചെയ്യണമെങ്കിൽ JNA അറിയണ്ട്. അതും അറിഞ്ഞുകൂടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവർ തള്ളുന്നതല്ലേ. ഇവിടെ കിട്ടിയ തള്ളുന്നത് നമ്മളവരെ പോയിട്ട് അപമാനിക്കൊന്നും വേണ്ട, നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അസ്വസ്ഥ. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഈ 90s ഞാൻ പണ്ട് C++ പൊളിച്ചെന്ന് പറയും. അവര് 2 ലൈൻ പോലും C++ കോഡ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ലോകപ്രശസ്ത വ്യക്തിക്ക് പോലും അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് മണ്ടത്തരമല്ലേ ശരിക്കും? മനസ്സിലായ? അങ്ങേര് ഹീസ് എ വെരി സ്മാർട്ട് ചാപ്പ്, ഈസ് ഗുഡ് ഇൻ വാട്ട് ഹി ഡസ്. പക്ഷെ പുള്ളിക്ക് പോലും പണ്ട് ഞാൻ സീരി ചെയ്തു എന്നുള്ളത് കഥയാണ്. മനസ്സിലായില്ലേ? വേറൊരു പുള്ളിയുണ്ട്, പുള്ളി സീല് കൊല്ലാകുമ്പോഴും കുഴപ്പമില്ല. അൺലൈക്ക് സി, ഗോ ഹാസ് ഗോട്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയും. ശരത്തിന് മനസ്സിലായാലും അപ്പൊ സെക്കൻഡ് ബിൽഡിൽ വിളിക്കാനുള്ള ഇതൊരു നല്ല ടൂളല്ലേ. കാരണം അവര് എക്സ്പേർട്സ് അല്ലെങ്കിൽ പോലും അവർ എക്സ്പെർട്ടൈസ് ക്ലെയിം ചെയ്യാനും മറ്റേ പെഡിഗ്രി ക്ലെയിം ചെയ്യാനോ ചെയ്യണേ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ പല എക്സ്പേർട്സിന്റെയും അജ്ഞത അവര് അറിയിക്കും. അത് അപ്പൊ നമ്മളെ വരേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ അവരെ അറിയിക്കരുത്. മനസ്സിലായില്ലേ? അവർക്കത് ഒഫൻസ് ആയിട്ട് തോന്നും. അപ്പൊ ശരത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല. മറ്റേ ആൾക്കാരാരാ
മനസ്സിലായില്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, നമ്മൾ ഓർക്കണ്ട, നമ്മള് യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനിൽ കണ്ട ആളും എല്ലാവരും സെയിം പറയണേ. ഞങ്ങളിങ്ങനെ കേണലൊക്കെ ജയനെ വെച്ച് റൈറ്റ് ചെയ്തത്. അത് സ്പാർക്കില്. അത് ഓർമ്മയുണ്ട്. ഏതാ? അല്ല, എനിക്ക് 2 ഇൻസിഡന്റും ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. നമുക്ക് അല്ല, എനിക്ക് അതങ്ങനല്ല, അങ്ങനെ പറയാന്നുള്ള ഒരു ഇച്ഛുണ്ട് ആൾക്കാർക്ക്. അതൊക്കെ അത് പറഞ്ഞിരിക്കും. അത് ഈ ചില ആൾക്കാർ ആ മുമ്പിലൊക്കെ വെക്കുമ്പോ ഇവൻ പഴയ ടെക്നോളജി ഒന്നും പറയണ്ട, ഒരു കീറ് കൊടുക്കാണ്. ശ്രീത്, അത് ഒരു പർട്ടിക്കുലർ കമ്പനി ഉണ്ട് കേട്ടോ ശ്രീത്. നല്ല C++ ഡെവലപ്പേഴ്സ് ഉള്ള കമ്പനിയാണ്. അപ്പൊ ഞാനൊരു സിസ്റ്റം ഇന്റഗ്രേറ്ററിന്റെ ഇവിടെ ഒരു എൻഗേജ്മെന്റ് പഠിക്കാൻ പോയതാ. അപ്പൊ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ എൻഗേജ്മെന്റ് അവർ തരാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മീറ്റിംഗ് നടക്കുക. ഒരു പുള്ളി എന്നെ 1/2 മണിക്കൂർ കോം പഠിപ്പിച്ച്. അപ്പൊ എനിക്ക് പറയാൻ പറ്റൂല്ലോ എനിക്ക് കോം അറിയാന്ന്, കാരണം തിരുവായിക്ക തിരുവായില്ല, അവന്റെ കയ്യിലാണ് വർക്ക് ഇരിക്കണേ. അപ്പൊ നമ്മൾ വലിയ ഡയലോഗ് അടിച്ച അവൻ പറഞ്ഞ കേൾക്കാന്നുള്ളതല്ല ശരി. അപ്പൊ ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കട്ട. അപ്പൊ എനിക്ക് ചൊറിഞ്ഞൊന്നുമില്ല, കാരണം ബിസിനസ് കിട്ടുമെന്ന് ഉറപ്പായി. മനസ്സിലായില്ലേ? നമ്മൾ പതുക്കെ റിഫ്ലക്ട് ചെയ്തോണ്ടിരിക്കുക. ഈ എന്റെ ഗതികേടന് എന്തൊറ്റിയെന്ന് പറയാമോ? ഒരാൾ എൻ്റെ അടുത്ത് ഒരു പർട്ടിക്കുലർ ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പറ്റും, ഐ കണക്ഷൻ പോയിന്റ് കണ്ടെയ്നർ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ, അല്ലെ ഐ കണക്ഷൻ പോയിന്റ് ഉപയോഗിച്ചാൽ മതി. പിന്നെ മറ്റാൾക്ക് എനിക്ക് ആ വർക്ക് തരാം, അവൻ ആ വർക്ക് എന്റെ തലയിൽ വെച്ച് തന്നു. മനസ്സിലായില്ലേ? ആ വർക്ക് കിട്ടിയ ഞങ്ങൾക്ക് അങ്ങനെ. അവൻ അത്രയും നേരം അവൻ എന്നെ പഠിപ്പിച്ചത് അവന്റെ ജാളിത കാണായിരുന്നു. സാധാരണ എങ്ങനെയാണ്, ഒരു കോം ഒബ്ജക്റ്റ് C# ജാവയോ അല്ലെങ്കിൽ C++ ലാംഗ്വേജ് വിളിക്കും. പക്ഷെ കോം ഇവന്റ്സ് ഇത്തിരി ബുദ്ധിമുട്ടാ. വിഷ്വൽ ബേസിക്കിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന മെക്കാനിസം അത് ഇവിടെ കിട്ടിയ. അപ്പോ അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ കാലത്ത് മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് ABCD പറഞ്ഞ വരികയാണ്. അത് ഈ പ്രശ്നം വരുന്ന വെച്ചാല് നമ്മള് ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മള് 100 സ്ഥലത്ത് പറഞ്ഞിട്ടും ആൾക്കാരിൽ നിന്ന് വലിയ റെസ്പോൺസ് ഒന്നുമില്ല. അധികം പേർക്കൊന്നും അറിഞ്ഞൂടാന്ന് വെച്ചോ. നമ്മൾ വിചാരിക്കും ഇതൊന്നും ആൾക്കാർ അറിഞ്ഞൂടാ. നമ്മൾ ചിലപ്പോ 101ാമത്തെ സ്ഥലത്ത് ഒരു ടോർപിഡോനെ മീറ്റ് ഇൻഡക്ഷൻ മനസ്സിലായി? അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഒരു എന്താ പറയാ, അത് കണ്ടിട്ടുണ്ട് എക്സ്പേർട്സിന് മറ്റേ ചരിത്രം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ സെക്കൻഡ് ഫിഡിൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ നെവർ യൂസ് ദാറ്റ് അഗൈൻസ്റ്റ് them, കാരണം ഇപ്പൊ ഒരു മൂല്യച്യുത ഉണ്ടാവും. അപ്പോ ഇതാണ് നമുക്ക് ഇതൊന്ന് മൈൻഡ് ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? പൈസ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? ഒന്നുമില്ലേ? എന്താ പഠിച്ചപ്പോ ചെയ്യുന്നത്? നൈസായിട്ട് കളിക്കാന്ന് പറഞ്ഞ ഒരാളെ പുച്ഛിക്കാനല്ല. അതായത് ഇപ്പൊ നമുക്ക് ന്യൂട്രലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ, എക്കണോമിക് ഇതൊക്കെ പോകും. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റൽ മാച്ച്. ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ല് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നല്ല പണി തരാം. അപ്പോ നമുക്ക് അവരെ നമ്മളെ തിരിച്ചടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമെന്ന് ഒരു രക്ഷയില്ലാണ്ടാവും. അപ്പൊ അവിടെയാണ് അതിന്റെ കാര്യം. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് സമപ്പ് ചെയ്യാം. അപ്പോ ഇന്നത്തെ ചർച്ച ആർട്ട് ഓഫ് പ്ലേയിങ് സെക്കൻഡ് ഫിഡിലായിരുന്നു. അപ്പോ ഒരു സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്തിരിക്കാനുള്ള ഒരു എവല്യൂഷണറി ഇമ്പറേറ്റീവ് ഉണ്ട്. പിന്നെ സ്റ്റാറ്റസ് ആങ്സൈറ്റി ഒരു ഇഷ്യൂ ആണ്, വിച്ച് പ്രിവെന്റ്സ് പീപ്പിൾ ഫ്രം പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ. പക്ഷേ മറ്റേ അത് ചെയ്തില്ലെങ്കിലും ഇഷ്യൂ ഉണ്ട്. പിന്നെ ബൈ നേച്ചർ men are hunters and women are gatherers. So women tend to do playing second fiddle really well compared to men. അതൊരു എവല്യൂഷണറി ഇമ്പരേറ്റീവ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും ജയിക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ ഷുവറാണ് എല്ലായിടത്തും തോക്കാനാ ചാൻസ്. അപ്പോൾ വെൻ ഇറ്റ് മാറ്റേഴ്സ് പിക്ക് ദ ബാറ്റിൽ, അല്ലെങ്കിൽ പിക്കിംഗ് ദ ബാറ്റിൽ വെൻ ഇറ്റ് ഓക്കെ
an odds for success is there. ഇതിപ്പോ ഇനി പിന്നെ എനിക്ക് അയച്ച പല സമയത്ത് ആൾക്കാർ അറിയാം. ഈ സെക്കൻഡ് ഫിഡില് ഞാനിത് ഡോക്യുമെന്റേഷൻ മറ്റേ ഈ എന്താ പറയാ setup പ്ലേ ആണോ, ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരുടെ ഫോൾസ് documentation പ്രൈഡിന് setup അടി കിട്ടുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അവരുടെ dependency add ചെയ്ത് തരണോ എന്ന് നോക്കണം. ഇൻവിൻസിബിലിറ്റി ഫീലിംഗ് ആയിരിക്കും അവരുടെ അപ്പൊ ഇതൊക്കെ സർവൈവൽ. അവര് തന്നെ അപ്പോൾ ചെയ്യുന്ന പരിപാടിയാ. they Basic tend to development politically activities ignore ആണ്. അതായത് people who are better cloud than them. start or ആവണമെന്നുള്ളതാണ്. മറ്റേ Basic setup issue കുമാരവള സാറ് പറഞ്ഞ മാതിരി പല അപ്പൊ ഇത് പെണ്ണേഴ്സിനും അവര് അവരെ മാനേജ് ചെയ്യാനൊക്കെ നോക്കാറ്. അപ്പോൾ figure out ചെയ്യണം. ഈ പ്ലേയിങ് സെക്കൻഡ് ഫിഡിലൊരു അതായത് code setup ചെയ്തിട്ട് ഒരു വല്ലതും കേറി documentation ഒരുമിച്ച് ഒരു വായിച്ച് യാഥാർത്ഥ്യമാണ്. മറ്റേ സ്റ്റുഡന്റിന്റെ മെഷീനിൽ അത് ഒരു മൂല്യച്യുതി ഇല്ലാതെ ശരിയാക്കാൻ പറ. അത് ഫൈറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഫെയർ ഗെയിം ഫൈറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങാനും അതിൽ നിന്ന് മാറേണ്ടി വന്നാൽ തന്നെ സാമം ദാനം ഭേദം ദണ്ഡം, ചാണക്യന്റെ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് വേണം അത് ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താ പറയാ, ഈ ഇൻഡസ്ട്രി ഈ 3 റെവല്യൂഷൻസ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫർമേഷൻ റെവല്യൂഷൻ കൊളാബറേഷൻ ഒരു ഇമ്പറേറ്റീവ് ആക്കി ടോപ്പ് ഡൗൺ അപ്രോച്ച് ടു ലൈഫ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കൊളാബറേഷൻ ഒരു ഇമ്പറേറ്റീവായി മാറി. പിന്നെ ഈ കോമ്പറ്റൻസ് വിത്തൗട്ട് കോംപ്രിഹെൻഷൻ എന്നുള്ള മോഡൽ വെച്ചിട്ടാണ് മിക്ക കോർപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ആൾക്കാരെ മടിയന്മാരാണുള്ളത്. അങ്ങനെ കുറച്ച് നെഗറ്റീവ് പ്രിൻസിപ്പിൾസ് കോർപ്പറേഷൻ്റെ ഡിസൈനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പല ലെവൽസിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പ്ലേയിങ് സെക്കൻഡ് ഫിഡിൽ ബിക്കംസ് എ മാൻഡേറ്ററി തിങ്. പിന്നെ സ്മോൾ വർക്ക് സ്പേസിൽ ചിലപ്പോൾ ഇതിനൊരു എക്സെപ്ഷൻ കിട്ടിയേക്കാം. അത് പക്ഷേ ടൈറണിയാണ്, അത് ഇറ്റ് ക്യാൻ എഫക്റ്റീവ്. പിന്നെ എന്താ വെച്ചാൽ ജ്ഞാനത്തിൻ്റെ പ്രസക്തി എന്താണ്, ഡെമോഗ്രാഫിക് ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ നോളജ് പൊതുജനാഭിപ്രായത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഈവൻ ചോയ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലും അങ്ങനെയാണ്. അപ്പോൾ അവിടെ അത് കറക്റ്റായിട്ട് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ പിയർ പ്രഷർ ഏർലി ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ കൊളാബറേഷനും മറ്റേ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യുന്നത് നാച്ചുറലായിരിക്കും. ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ഫുട്ബോൾ ടീം. അങ്ങനെ പല പൊസിഷനിൽ ഇരുന്ന് കളിക്കും. അപ്പോൾ ബാക്കാണോ വലുത്, ഹാഫ് ബാക്കാണോ, ഇനിയിപ്പോൾ സെൻറ്റർ ഫോർവേഡാണോ, ഇനിയിപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ആളാണോ എന്നുള്ളതൊക്കെ ചോദ്യം അത്ര പ്രസക്തമല്ല. എല്ലാവരും കൂടി വന്നാലേ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ നോളജ് ഹൈഡ് ചെയ്യുന്നതിനേക്കാളും പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുന്നതാണ് കറക്റ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോളജ് മറ്റേ പ്രചരണം നടത്താനും മടിയൊന്നും വിചാരിക്കരുത്. കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാവൂ. പിന്നെ കോമ്പിനേഷൻ സ്കിൽസിലാണ് വിശ്വസിക്കേണ്ടത്. ഇഫ് യു പ്ലേ സെക്കൻഡ് ഫിഡിൽ വിത്ത് 10 people then you might be the smartest person out there. അപ്പോൾ കോമ്പിനേഷൻ സ്കില്ല് റിലൈ ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് വെൻ യു ഡീൽ വിത്ത് പീപ്പിൾ who are contextual masters and then once you have neutralized them, പിന്നെ അവരെ ഇപ്പോൾ സ്റ്റിൽ അവരുടെ ഹെഗിമണി വരികയാണെങ്കിൽ സാമം ദാനം ഭേദം ദണ്ഡം ഫ്രെയിംവർക്ക് വെച്ചിട്ട് ഇത് ചെയ്യണം. സോ ഐ ഹോപ്പ് ഹിയർ ആഫ്റ്റർ എവരി വൺ വിൽ പ്ലേ സെക്കൻഡ് ഫിഡിൽ whenever it matters. and ഒരു മടിയും വിചാരിക്കേണ്ട, അതൊരു ലേൺഡ് ബിഹേവിയർ ആണ്. once you learn it then I am sure that okay, the way you look at the world will change. നന്ദി, നമസ്കാരം. Thank you very much.